Good morning. ഓക്കെ, നമ്മള് ഇത് ഫോർത്ത് മൊഡ്യൂളിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് അല്ലെ നമ്മൾ പഠിച്ചോളല്ലേ. ഫോർത്ത് മൊഡ്യൂളിലെ മൂന്നാമത്തെ ചാപ്റ്റർ ഹൗസ് കീപ്പിംഗ് അല്ലെ. ഇവിടെ ആരാണ്ടൊക്കെ മെസ്സേജ് ചെയ്യണ്ടായിരുന്നു നെക്സ്റ്റ് രമ്യ മിസ് ആണോ എന്നൊക്കെ അല്ലേ. നിങ്ങൾ ടൈം ടേബിൾ പഠിച്ചില്ലേ ഇതുവരെ? ജസ്റ്റ് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് മാറി കയറിയെങ്കിലുള്ളൂ, അല്ലെങ്കിൽ സാധാരണ യൂഷ്വൽ നിങ്ങളുടെ ടൈം ടേബിൾ തന്നെയാണ് ഫോളോ ചെയ്യണേ നമ്മൾ. ഇനി ജസ്റ്റ് ആരെങ്കിലും പെട്ടെന്ന് ഒരു ലീവ് ആവോ അല്ലെങ്കിൽ ഒരു ക്ലാസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ മാത്രം അങ്ങനെ മാറി കയറുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ടൈം ടേബിൾ തന്നെ നമ്മൾ ഫോളോ ചെയ്യണേ. ഇനി നിങ്ങളുടെ ക്ലാസ്സിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ് ഓൾമോസ്റ്റ് എല്ലാവരും നല്ല ഗുഡ് മോർണിംഗ് ഇടും കേട്ടോ. ഓക്കെ, ചില ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ ഒരാൾ ജസ്റ്റ് ഒന്ന് ഗുഡ് മോർണിംഗ് ഇട്ടായിട്ടും നിങ്ങളിപ്പോ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഇവിടെ ഗുഡ് മോർണിംഗ് കാണുന്നുണ്ട്. ഓക്കെ, നമ്മൾ എന്തായാലും പഠിക്കാനുള്ള ഒരു താല്പര്യം. ഓക്കെ, അതെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെയാ പറഞ്ഞത്? എന്താണ് ഹൗസ് കീപ്പിംഗ് സർവീസസ് അല്ലെ. ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ദ വർക്ക് ഓഫ് ക്ലീനിങ്. നമ്മൾ പറഞ്ഞല്ലോ ഹോസ്പിറ്റലിൽ ഈ ഒരു ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കുറച്ച് മെഡിസിൻസ് മാത്രം അല്ലെങ്കിൽ അങ്ങനെയുള്ളത് പോരാ, അതിനോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു കാര്യമാണ് എന്താ ഹൗസ് കീപ്പിംഗ് സർവീസ്. പ്രോപ്പർ ക്ലീനിങ് വേണം അല്ലെ. അതിൽ നമുക്ക് ഇൻഫെക്ഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വരാം. അപ്പൊ ഒരു ക്ലീൻ മെഡിസിൻ ട്രീറ്റ്മെന്റിന്റെ ഒപ്പം തന്നെ നമുക്ക് എന്താ ഒരു ക്ലീൻ ആൻഡ് ടൈഡി എൻവയോൺമെന്റ് അത് പ്രൊവൈഡ് ചെയ്യുക. ഇതാണ് ഹൗസ് കീപ്പിംഗ് സർവീസിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ ഇമ്പോർട്ടൻസ് പറഞ്ഞു. എന്താണ് ഹൗസ് കീപ്പിംഗിന്റെ ഇമ്പോർട്ടൻസ്? ഒരു നല്ലൊരു അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യാൻ അല്ലെ, ഹൈജീനിക് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാൻ, പിന്നെ ഒരു കമ്മ്യൂണിറ്റിയുടെ ആശകളെ നിറവേറ്റാൻ, ഹോസ്പിറ്റലിന്റെ ഒരു ഉയർന്ന പ്രശസ്തി നിലനിർത്താൻ, ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ, ഹോസ്പിറ്റലിൽ നിന്ന് ഇൻഫെക്ഷൻ ഒക്കെ വരുന്നതിനെ കൺട്രോൾ ചെയ്യാൻ. ഇതൊക്കെയാണ് ഒരു ഹോസ്പിറ്റലിലെ ഹൗസ് കീപ്പിംഗിന്റെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കിയത് ഒബ്ജക്റ്റീവ്സ് ആണ്. എന്തൊക്കെയാണ് ഒരു ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ ഒബ്ജക്റ്റീവ്സ്? ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? എന്താണ്? കോമൺ സാനിറ്റേഷൻ, ക്ലീൻനെസ് ആൻഡ് കംഫർട്ടബിൾ എൻവയോൺമെന്റ് അല്ലെ. കോമൺ സാനിറ്റേഷൻ, ക്ലീൻനെസ്, അതുപോലെ തന്നെ ഒരു പേഷ്യൻസിനും സ്റ്റാഫിനും ഒക്കെ ഒരു കംഫർട്ടബിൾ, അവർക്ക് സുഖപ്രദമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാൻ. രണ്ടാമത്തെ നോക്കിയാൽ ഡെവലപ്പ് പൊളൈറ്റ്, റിലയബിൾ ആൻഡ് ഫ്രണ്ട്ലി ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ അല്ലെ. പൊളൈറ്റ്, റിലയബിൾ, വിശ്വസനീയമായിട്ടുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യാൻ. അടുത്തതാണ് ഗുഡ് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ഹാർട്ടി റിലേഷൻ. ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിലുള്ള ഒരു സൗഹൃദപരമായിട്ടുള്ള ഒരു ബന്ധം അത് നിലനിർത്താൻ. 3 പോയിന്റ്സ് അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി അടുത്ത നോക്കി നാലാമത്തെ എന്താണ് ഒബ്ജക്റ്റീവ്സിൽ വന്നെ? എൻഷുറിങ്. എൻഷുർ ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഉറപ്പുവരുത്തുക. സേഫ്റ്റി ഓഫ് സ്റ്റാഫ് അല്ലെ. സ്റ്റാഫിന്റെ, പേഷ്യന്റിന്റെ, റിലേറ്റീവ്സിന്റെ ഒക്കെ സേഫ്റ്റി ഉറപ്പുവരുത്താൻ. പേടിക്കണ്ടല്ലോ അല്ലെ. നമ്മള് നല്ല ക്ലീൻ നീറ്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് അല്ലെ, നല്ലൊരു ക്ലീൻനെസ് ഉള്ള ഒരു അന്തരീക്ഷമാണ് നമ്മളെങ്കിൽ നമുക്ക് ഒരു പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സേഫ്റ്റി അവിടെ ഉറപ്പുവരുത്താം. ഒരു ഇൻഫെക്ഷന്റെ സാധ്യത പോലും അവിടെ ഇല്ല അല്ലെ. നോ ടെൻഷൻ. നമുക്ക് ഒരു ടെൻഷന്റെയും ആവശ്യമില്ല. എന്താണ്? നമുക്ക് സേഫ്റ്റി ഉറപ്പുവരുത്താൻ. അതാണ് ഒരു ഒബ്ജക്റ്റീവ്. എന്താണ്? എൻഷുറിംഗ് സേഫ്റ്റി ഓഫ് സ്റ്റാഫ്, പേഷ്യന്റ് ആൻഡ് റിലേറ്റീവ്സ്. സ്റ്റാഫിന്റെ, പേഷ്യൻസിന്റെ, റിലേറ്റീവ്സിന്റെ ഒക്കെ സേഫ്റ്റി, സുരക്ഷ ഉറപ്പുവരുത്താൻ. അടുത്ത നോക്കിയേ, ക്വാളിറ്റി റീസ്റ്റെയിനിങ് ഓഫ് സാനിറ്ററി എക്യുപ്മെന്റ്സ് ആൻഡ് ക്ലീനിങ് ഏജന്റ്. ക്വാളിറ്റി റീസ്റ്റെയിനിങ്, ഗുണനിലവാരം നിയന്ത്രണം. എന്താണ്? സാനിറ്ററി എക്യുപ്മെന്റ്സ്, ക്ലീനിങ് ഏജന്റ്സ്, ഇതിന്റെയൊക്കെ ഗുണനിലവാരം നിയന്ത്രണം. സാനിറ്റേഷൻ ചെയ്യാനുള്ള എക്യുപ്മെന്റ്സുകൾ, ക്ലീനിങ് ഏജൻസ്, ഇതിന്റെയൊക്കെ ക്വാളിറ്റി നിയന്ത്രണം, ക്വാളിറ്റി നിലനിർത്താം. ദെൻ അടുത്തത് പ്രോപ്പർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് ഫീഡ്ബാക്ക്. ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഹൗസ് കീപ്പിംഗ്. ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള റെക്കോർഡ് സൂക്ഷിക്കലും അതിന്റെ ഫീഡ്ബാക്കും. പ്രോപ്പർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് ഫീഡ്ബാക്ക്. ഇത്രയാണ് ഒബ്ജക്റ്റീവ്സ് നോട്ട് ചെയ്യുന്നു കേട്ടോ. നമ്മൾ എന്തെല്ലാം പറഞ്ഞത്? ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗും ഒബ്ജക്റ്റീവ്സും നോട്ട് ചെയ്തത്. ആ പോയിന്റ്സുകൾ ഇൻക്ലൂഡ് ചെയ്തതാണല്ലോ. Which of the following is included in the objectives of housekeeping services? ഇതാണ് ഒബ്ജക്റ്റീവ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്, അങ്ങനെ ചോദിക്കാം.
ഇനി നെക്സ്റ്റ് ആണ് ലൊക്കേഷൻ. ഇനി എവിടെ ആയിരിക്കണം ഒരു ഹൗസ് കീപ്പിംഗ് സർവീസ് ലൊക്കേറ്റ് ചെയ്യേണ്ടത്? നിങ്ങൾ ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് കണ്ടിട്ടുണ്ട്. എവിടെയാണ്? നമ്മൾ കയറി ചെല്ലുമ്പോൾ ഫ്രണ്ടിൽ തന്നെയാണോ ഹൗസ് കീപ്പിംഗ് കൊണ്ടുവന്ന് വെക്കുന്നത്? അല്ല അല്ലെ? അപ്പൊ എവിടെ ആയിരിക്കണം അതിന്റെ ലൊക്കേഷൻ? നോക്കിയേ. ഹൗസ്കീപ്പിംഗ് അറ്റൻഡ്സ് ഓൾ ഏരിയാസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ. എല്ലാ ഏരിയകളും ഡിപ്പാർട്ട്മെന്റ്സിലും ഹോസ്പിറ്റലില് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതായത് നമുക്ക് എന്താ, ഹോസ്പിറ്റലിലെ എല്ലാ മൂവ്മെന്റ്സും എല്ലാ വാർഡും എല്ലാ ഏരിയകളും ക്ലീൻ ചെയ്യണം അല്ലെ? അപ്പൊ അതുകൊണ്ട് ഒരു ഇത് ആയിട്ട് പോരാ. അവിടെ എന്താ, എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും എല്ലാ ഏരിയയുടെയും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ഈ ഹൗസ് കീപ്പിംഗ് സർവീസ് എന്ന് പറയുന്നത്. ഒരിടം പോലും വിട്ടു പോകാതെ എല്ലാ ഏരിയകളും ക്ലീൻ ആക്കുക അല്ലെ, ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. Though may be situated in a non-prime area. Underline ചെയ്തോ. Housekeeping service may be situated in a non-prime area. അധികം പ്രാധാന്യമില്ലാത്ത ഏരിയയിലായിരിക്കണം ഇത് ലൊക്കേറ്റ് ചെയ്യേണ്ടത്. നോൺ പ്രൈം ഏരിയ എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഹൗസ്കീപ്പിംഗ് സർവീസ് മേ ബി സിറ്റുവേറ്റഡ് ഇൻ എ നോൺ പ്രൈം ഏരിയ. അധികം പ്രാധാന്യമില്ലാത്ത ഏരിയയിലായിരിക്കണം. അല്ലാതെ കയറി ചെല്ലുന്ന എൻട്രൻസിൽ തന്നെ വേണമെന്നൊന്നുമില്ല. അധികം ഇമ്പോർട്ടന്റ് അല്ലാത്ത ഏരിയയിൽ വേണം വെക്കാൻ. ഇറ്റ് ഷുഡ് ബി ആസ് far as possible centrally located and close to vertical transport system to make way for easy movements of housekeeping materials and equipments. ഈ housekeeping materials അതിന് വേണ്ട equipments ഇതൊക്കെ ഈസി ആയിട്ട് ഓരോ ഭാഗങ്ങളിലേക്കും ഓരോ ഏരിയയിലേക്കും കൊണ്ടുപോകാൻ വേണ്ടി അത് കഴിയുന്നിടത്തോളം എങ്ങനെയായിരിക്കണം സെൻട്രലി ലൊക്കേറ്റഡ്. നോക്കിയേ. ആൻഡ് ക്ലോസ് ഇൻ വെർട്ടിക്കൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം. നേരെ വെർട്ടിക്കൽ ആയിട്ട് കൊണ്ടുപോകാൻ. ഇപ്പൊ ഒരു മൂലയിൽ അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാലും നമുക്കത് പെട്ടെന്ന്, ഇപ്പൊ നമ്മളൊരു വലിയൊരു സെക്ഷനാണ് അതിന്റെ ഏകദേശം ഒരു സെന്ററിലുള്ള രീതിയിലാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എല്ലാ ഒരു ഫ്ലോറിലും ഉണ്ടാവും എല്ലാ ഫ്ലോറിലും ഉണ്ടാവും അതിന് വേണ്ടിയിട്ടുള്ള ഒരു റൂം. അവിടെ ആ ക്ലീനിങ്ങിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങള്, ചൂല് അല്ലെ, അതിന് പിന്നെ അത് മോപ്പ്, അങ്ങനെയുള്ള എല്ലാ തുടയ്ക്കാനും ഇതിന് വേണ്ട ബക്കറ്റ്, ബ്രഷ്, അങ്ങനെയുള്ള ക്ലീനിങ് ഏജൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലീനിങ്ങിന് വേണ്ട എല്ലാം ഇതുണ്ടാവും. അല്ലാതെ ആകെ ഒരു സ്ഥലത്താണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ ഇത്രയും ഏരിയാസ് നമ്മൾ കവർ ചെയ്ത് പോകണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാ ഫ്ലോറിലും ഉണ്ടാകാം ഇതിന്റെ ഒരു ഇതെന്ന് പറയുന്നത്. ഇത് കഴിയുന്നിടത്തോളം എങ്ങനെയായിരിക്കണം സെന്റർലി ലൊക്കേറ്റഡ്. അത് എന്തിനു വേണ്ടിയാ? വെർട്ടിക്കൽ നേരെ കൊണ്ടുപോകാം, പെട്ടെന്ന് എല്ലായിടത്തേക്കും ഈ ഹൗസ് കീപ്പിംഗ് മെറ്റീരിയൽ എക്യുപ്മെന്റ്സിന്റെ ഈസി മൂവ്മെന്റ്സിന് വേണ്ടിയിട്ട് കണ്ടോ. അതിന്റെ എളുപ്പമായിട്ടുള്ള മൂവ്മെന്റ് പെട്ടെന്ന് നമുക്ക് കൊണ്ടുപോകാനായിട്ട് വേണ്ടി കഴിയുന്നിടത്തോളം സെന്ററിൽ കേന്ദ്രീകൃതമായിരിക്കണം. അത് നമ്മൾ എങ്ങനെയായിരിക്കണം? അത് വെർട്ടിക്കൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആ രീതിയിലും ആയിരിക്കണം. അപ്പൊ നിങ്ങൾ അവിടെ അണ്ടർലൈൻ ചെയ്തിടുന്നത് നോൺ പ്രൈം ഏരിയ എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. പ്രൈം ഏരിയ എന്ന ഓപ്ഷൻ ഉണ്ടാവാം, ഫസ്റ്റ് ഫ്ലോറിൽ ഉണ്ടാവാം, സെക്കൻഡ് ഫ്ലോറിൽ നിന്നൊക്കെ ഉണ്ടാകാം. പക്ഷെ നമ്മുടെ ആൻസർ അവിടെ ഉണ്ടോന്ന് നോക്കാം. ഏത്? നോൺ പ്രൈം ഏരിയ ഉണ്ടാവും. അത് തന്നെ നിങ്ങൾ കറക്റ്റ് ഓപ്ഷൻ എഴുതാം. ഇനി നോൺ പ്രൈം ഏരിയ അധികം പ്രാധാന്യമില്ലാത്ത ഏരിയയിലായിരിക്കണം. അതായത് കയറി ചെല്ലണോടത്ത് തന്നെ ഒന്നും ആവണമെന്നില്ലാതെ. പക്ഷെ അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പഠിച്ചു, ഹൗസ് കീപ്പിംഗിന്റെ പ്രാധാന്യം നമ്മൾ പഠിച്ചു. പക്ഷെ അതിന്റെ ലൊക്കേഷൻ നോൺ പ്രൈം ഏരിയയിലായിരിക്കണം. ഇനി അവിടെ നമ്മൾ അതിന്റെ സർവീസ് ഓർഗാനോഗ്രാം പറയുന്നത്. ഓർഗാനോഗ്രാം ആണ് ഹോസ്പിറ്റലില് ഈ ഹൗസ് കീപ്പിംഗ് സർവീസ് അതിന്റെ ആ ഒരു സ്റ്റാഫുകളുടെയും ഒക്കെയുള്ള ഒരു ഡയഗ്രമാണ് കാണിച്ചേക്കുന്നത്. ഓർഗാനോഗ്രാം ആണ്. നോക്കിയേ. ഫസ്റ്റ് ഏറ്റവും ടോപ്പിലായിട്ട് വരുന്നത് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ. അതാണ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ ലീഡ്സ് ദ ഡിപ്പാർട്ട്മെന്റ്. അത് ചോദിക്കാറുണ്ട് കേട്ടോ, അണ്ടർലൈൻ ചെയ്തിട്ടോ. ഈ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിനെ ലീഡ് ചെയ്യുന്ന നയിക്കുന്ന ആളാണ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ. He or she should be able to form, control and developing housekeeping services in the hospital. ഹോസ്പിറ്റലിലെ ഹൗസ്കീപ്പിംഗ് സർവീസുകൾ അത് രൂപീകരിക്കാനും അതിനെ കൺട്രോൾ ചെയ്യാൻ, നിയന്ത്രിക്കാനും അതിനെ ഡെവലപ്പ് ചെയ്യാനും അത് വികസിപ്പിക്കാനും
എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്, പുതിയതായിട്ട് എന്തൊക്കെ ഉൾപ്പെടുത്തണം, അതിനൊക്കെ വേണ്ടിയിട്ട് അതിന് കഴിവുള്ള ആളായിരിക്കും. He or she should be able to form, control and develop housekeeping services in the hospital and also he leads the department. അദ്ദേഹമാണ് ഡിപ്പാർട്ട്മെന്റിനെ ലീഡ് ചെയ്യുന്ന ആള്. Who leads the housekeeping department? എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ട്. ആരാണ്? എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ ആണ്. ഇനി അതിന്റെ താഴെ വരുന്നതാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസേഴ്സ്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർമാരും ഫ്ലോർ സൂപ്പർവൈസർമാരും ഒക്കെ അതിന്റെ കീഴിൽ വരുന്നതാണ്. അവരെന്താ ചെയ്യുന്നത്? ട്രെയിൻഡ് ആൻഡ് അക്വൈന്റഡ് വിത്ത് ദ ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയർ ആൻഡ് ഏബിൾ ടു മാനേജ് ദ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. അവർക്ക് എന്താ ചെയ്യണ്ടേ? ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെ മാനേജ് ചെയ്യുക. ഏബിൾ ടു മാനേജ് ദ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. എന്തിനുണ്ടായിരിക്കും? ട്രെയിൻഡ്, പരിശീലനം ലഭിച്ചിട്ടുള്ള ആളായിരിക്കും. അക്വൈന്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? പരിചയമുള്ള ആളായിരിക്കും. പരിശീലനം ലഭിച്ചിട്ടുള്ള പരിചയമുള്ള ആളായിരിക്കും. എന്തിന്? വിത്ത് ദ ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയർ. കണ്ടോ? ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയർ, ഹൗസ് കീപ്പിംഗ് നടപടിക്രമങ്ങളില് പരിശീലനം ലഭിച്ച പരിചയമുള്ള ആളായിരിക്കണം. ഇനി അദ്ദേഹത്തിന്റെ ഒരു ഡ്യൂട്ടി എന്താ? അദ്ദേഹം എന്താ ചെയ്യണ്ടേ? ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളെ മാനേജ് ചെയ്യുക. ആൻഡ് ഏബിൾ ടു മാനേജ് ദ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. ഇനി മൂന്നാമത്തെ നിൽക്കുന്നതാണ് ഓർഗാനോഗ്രാമിന്റെ ഏറ്റവും ലോവർ ലെവലില് ഏറ്റവും താഴെ നിൽക്കുന്നവരാണ് ആര്? ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ്. ഹൗസ് കീപ്പിംഗ് എംപ്ലോയി ആണ്. മോസ്റ്റ്ലി ഇൻഎക്സ്പേർട്ട് ആൻഡ് ലോവസ്റ്റ് പെയ്ഡ്. ഹൗസ് കീപ്പിംഗ് എംപ്ലോയി നോക്കിയേ, അധികം എക്സ്പീരിയൻസ്, ഇത്ര വർഷം അങ്ങനെയൊന്നും വേണ്ട അല്ലെ. ഇൻഎക്സ്പേർട്ട്, അധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളൊന്നും അവിടെ വേണ്ടിയില്ല. അവരെങ്ങനെയാ? അവർ ചെയ്ത് ചെയ്താണ് അതിൽ എക്സ്പീരിയൻസ് ആവുന്നത്. അല്ലാതെ ഇപ്പൊ ഒരു ക്ലീനിങ് ഡ്യൂട്ടിക്ക് നമ്മൾ വലിയ ഡിഗ്രി ക്വാളിഫിക്കേഷൻ അവർ പറയോ? വേണ്ട അല്ലെ. മോസ്റ്റ്ലി ഇൻഎക്സ്പേർട്ട് ആൻഡ് ലോവസ്റ്റ് പെയ്ഡ്. ശമ്പളം എങ്ങനെയാ അവർക്ക്? സാലറി ഒക്കെ കുറവല്ലേ? ലോവസ്റ്റ് പെയ്ഡ്, അവർക്കുടെ സാലറി ഒക്കെ കുറവായിരിക്കും. കുറഞ്ഞ ശമ്പളവും അധികം ഇൻഎക്സ്പേർട്ട് ആയിട്ടുള്ളവരാണ് ഈ ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. മസ്റ്റ് ബി well familiar with the housekeeping procedure by training and education. ട്രെയിനിങ്ങിലൂടെ, എഡ്യൂക്കേഷനിലൂടെ ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയറിനെ കുറിച്ച് നല്ല ഫെമിലിയർ, നല്ല പരിചയമുള്ള ആളായിരിക്കണം. അതിലൂടെ അവർക്ക് എന്ത് ചെയ്യണം? പരിചിതമായിരിക്കണം. ആ ഹൗസ് കീപ്പിംഗ് സേവനങ്ങൾ എങ്ങനെയാണ് എന്താ പറയാ, അങ്ങനെ അവര് അതിന്റെ ഒരു പരിചിതമായിരിക്കണം. മസ്റ്റ് ബി വെൽ ഫെമിലിയർ ആയിരിക്കണം. ഒരു പരിചിതമായിരിക്കണം. എങ്ങനെ? ഇപ്പൊ വരുമ്പോ ഇത്രയും വർഷം നിന്ന് അങ്ങനെയൊന്നും വേണ്ട അല്ലെ. എങ്ങനെ പരിചയമായാൽ മതി? ട്രെയിനിങ്ങിലൂടെ, അവർക്ക് വേണ്ട എഡ്യൂക്കേഷനിലൂടെയൊക്കെ ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയറിനെ കുറിച്ച് പരിചിതമായിരിക്കണം. ഓക്കെ. ഓർഗാനോഗ്രാം 3 ലെവല് ഇതിനകത്തും ചോദിക്കാട്ടെ ചിലപ്പോ. which of the following organogram is correct related to housekeeping services? ഹൗസ് കീപ്പിംഗ് സർവീസുമായി ബന്ധപ്പെട്ട കറക്റ്റ് ഓർഗാനോഗ്രാം ഏത്? ഏറ്റവും ടോപ്പിൽ വരുന്ന ആരാണ്? എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ. തൊട്ട് താഴെ അസിസ്റ്റന്റ്, അതിന്റെ താഴെ വരുന്നതാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസർമാര്. ദെൻ അടുത്തതാണ് ലാസ്റ്റ് ഏറ്റവും താഴെ വരുന്നതാണ് ഹൗസ് കീപ്പിംഗ് എംപ്ലോയി. എളുപ്പല്ലേ? 3 എണ്ണേ ഉള്ളൂ, ഒരുപാടൊന്നും പഠിക്കാനില്ല നമുക്ക്. അത് 3 എണ്ണേ ഉള്ളൂ. ഇനി നോക്കിയേ, അടുത്തത് ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്. എന്തൊക്കെ സൗകര്യങ്ങളാണ്, എന്തൊക്കെ സ്പേസ് ആണ് ഈ ഹൗസ് കീപ്പിംഗിന് വേണ്ടത്? ഹൗസ് കീപ്പിംഗ് സർവീസിന് വേണ്ട സൗകര്യങ്ങളും സ്പേസും ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കിയേ. The following facilities and space are needed for housekeeping. Housekeeping സർവീസിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങൾ വേണം? ഒന്നാമത്തെ നോക്കിയേ, ഓഫീസ് ഫോർ ദ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ. ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ, എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ഡിപ്പാർട്ട്മെന്റിനെ ലീഡ് ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന് ഒരു ഓഫീസ് വേണം, ഒരു റൂം വേണം. ഓഫീസ് അല്ലെങ്കിൽ ഒരു റൂം വേണം അദ്ദേഹത്തിന്. ഓഫീസ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ? ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങള്, അവിടുത്തെ എല്ലാരും ഒക്കെ നോക്കാനായിട്ട് ഡിപ്പാർട്ട്മെന്റിനെ തന്നെ ലീഡ് ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന് വേണ്ടി ഒരു റൂം അല്ലെങ്കിൽ ഒരു ഓഫീസ് വേണം. ഇനി നോക്കി, ഏരിയ ഫോർ ക്ലറിക്കൽ വർക്ക്. ക്ലറിക്കൽ വർക്ക് ചെയ്യാനുള്ള ഏരിയ എന്താ? ഡേ ടു ഡേ ഓഫീസ് ആക്ടിവിറ്റി. ക്ലറിക്കൽ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ക്ലറിക്കൽ
എന്താ ഓഫീസ് കാര്യങ്ങളൊക്കെ ഇല്ലേ? ഇപ്പൊ നമ്മള് എന്താണ് നമുക്ക് ഫോൺ കോളുകൾ വരികയാണെങ്കിൽ അതിന് ആൻസർ ചെയ്യുക, ഡേറ്റാസ് എൻട്രി ചെയ്ത് കൊടുക്കുക, അങ്ങനെയുള്ള ഓഫീസ് വർക്ക് അല്ലെ, അതിനുള്ള ഏരിയ വേണം. ഓഫീസ് ക്ലറിക്കൽ വർക്കിനുള്ള ഒരു ഓഫീസ് വേണം. ഇനി അടുത്തത് ഓഫീസ് ഫോർ ദ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന് ഓഫീസ് വേണം എന്ന്, ഒരു റൂം വേണം എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ആൻഡ് ഡെസ്ക് housekeeper and desk or office space for supervisor. അല്ലെങ്കിൽ സൂപ്പർവൈസർ ഓഫീസ് സ്പേസ് സൂപ്പർവൈസറിനുള്ള ഓഫീസ് സ്പേസ് വേണം. ഇറ്റ് ഈസ് ഡിസൈറബിൾ ദാറ്റ് ദ ഫ്ലോർ സൂപ്പർവൈസർ ആർ physically located in the concerned area of supervision where the personnel under them work. ഇതൊക്കെ ഒരു ഡിസൈറബിൾ എന്ന് പറഞ്ഞാൽ അഭികാമ്യം. എന്താ? ഫ്ലോർ സൂപ്പർവൈസറിന്റെ ആ ഒരു റൂം എന്ന് പറയുന്നത് എവിടെയായിരിക്കണം എന്നാ പറഞ്ഞിട്ടുണ്ട്. അവർക്കുടെ കീഴില് ഫ്ലോർ സൂപ്പർവൈസർ എന്താ ചെയ്യണ്ടേ? ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെയൊക്കെ മാനേജ് ചെയ്യണം. അപ്പൊ അവര് വർക്ക് ചെയ്യുന്ന ഏരിയയില്ലേ അതിനോട് അടുത്തായിരിക്കണം. എന്തിനാ? അവര് മേൽനോട്ട് വഹിക്കാൻ സൂപ്പർവിഷൻ ചെയ്യണ്ടേ? ആ സ്റ്റാഫുകളൊക്കെ അവിടുത്തെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളൊക്കെ വർക്ക് ചെയ്യുന്ന അതിനോട് ചേർന്നായിരിക്കണം ആ ഫ്ലോർ സൂപ്പർവൈസർ അദ്ദേഹത്തിന്റെ റൂം. എന്താ നമ്മള് പറയൂലേ, നമ്മുടെ വീട്ടിൽ പണിക്കാര് നിർത്തി നമ്മുടെ കണ്ണ് എപ്പോഴും വേണോ അല്ലെ? അല്ലെങ്കിൽ നമ്മൾ ആരുമില്ലാത്ത വീട്ടില് 2 പണിക്ക് ആള് നിർത്തി കഴിഞ്ഞാൽ അവര് അവർക്ക് തോന്നിയാസം ചെയ്യും. നമുക്കൊരു മേൽനോട്ടം വഹിക്കണം അല്ലെ? അപ്പൊ അതുപോലെ നോക്കിയേ, ഈ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ഒരു സ്ഥലത്ത് പോയി കിടക്കണോ, സൂപ്പർവൈസർ വേറെ സ്ഥലത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ ഇവരെ നോക്കാൻ പറ്റുമോ? സൂപ്പർവൈസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ആ ഏരിയയുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു റൂം കൊടുക്കുന്നതായിരിക്കും അവർക്ക് അഭികാമ്യം. ആർക്ക്? ഈ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് ഫ്ലോർ സൂപ്പർവൈസറിന് അങ്ങനെ ഒരു ലൊക്കേഷൻ കൊടുക്കുന്നതായിരിക്കും അഭികാമ്യം എന്ന് പറയുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. Floor supervisor are physically located in the concerned area of supervision. അതുമായിട്ട് ബന്ധപ്പെട്ട ഏത് അവരുടെ സ്റ്റാഫ് അതിന്റെ കീഴിൽ വരുന്ന ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് വർക്ക് ചെയ്യുന്ന അവരുടെ സൂപ്പർവിഷന് വേണ്ടിയിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏരിയയില് ഒരു റൂം കൊടുക്കുന്നതായിരിക്കും അഭികാമ്യം. ഇനി അടുത്തത് എന്ത് വേണം? സ്റ്റോറേജ് റൂം ഫോർ ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്. ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്സ് സാധനങ്ങളില്ലേ അതൊക്കെ വെക്കാനുള്ള സ്റ്റോറേജ് റൂം വേണം. ഒരു സ്റ്റോർ റൂം വേണം. ബ്രഷ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, ബ്രഷ്, മോപ്പ്, മെഷീൻസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാനായിട്ടുള്ളത് സ്റ്റോർ റൂം വേണം, സ്റ്റോറേജ് റൂം വേണം. ഇനി നോക്കിയേ, സ്റ്റോറേജ് ഫോർ ഹൗസ് കീപ്പിംഗ് സപ്ലൈസ്. ഹൗസ് കീപ്പിംഗ് സപ്ലൈസ് സാധനങ്ങളില്ലേ, ഡിറ്റർജന്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, ലിക്വിഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതൊക്കെ വെക്കാൻ ഹൗസ് കീപ്പിംഗ് ലോഷൻ, ശരിയാ, ലോഷൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്റ്റോറേജ് റൂം വേണം. ഓക്കെ, ഇനി നോക്കി അടുത്തതാണ് ഹൗസ് കീപ്പിംഗ്. അടുത്ത പോയിന്റ് നോക്കിയേ, ഹൗസ് കീപ്പിംഗ് ക്ലോസറ്റ്സ്, janitors or closets on the all floor. Housekeeping janitors അല്ലെങ്കിൽ closets പറഞ്ഞ അലമാരയാണ് കേട്ടോ, അലമാര. അതായത് ഈ ഹൗസ് കീപ്പിംഗ് സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഷെൽഫ്, അതാ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ ഷെൽഫ് അല്ലെങ്കിൽ ഒരു റൂം പോലെ ഹൗസ് കീപ്പിംഗ് സാധനങ്ങളൊക്കെ വെക്കാനുള്ള ആ ഒരു സ്ഥലം. ഓക്കെ, ഇതാണ് ഹൗസ് കീപ്പിംഗ് സാധനങ്ങൾ വെക്കുന്ന ഒരു സ്ഥലം. ഹൗസ് കീപ്പിംഗ് അല്ലെങ്കിൽ ഒരു റൂം ആണെങ്കിലും കുഴപ്പമില്ല, അതൊക്കെ വെക്കുന്ന ആ ഒരു ഇടം. ഓക്കെ, ഒരു റൂമോ അലമാരിയോ അതെ അങ്ങനെയുള്ളത് അതൊക്കെ, അതാണ് ഇത് ഹൗസ് കീപ്പിംഗ് ക്ലോസറ്റ്സ് എന്ന് പറയുന്നത്. ഓൾ ഫ്ലോർ, എല്ലാ ഫ്ലോറിലും വേണം. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ഒരു റൂമിൽ മാത്രം വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആ ഒരു ഫ്ലോറിലേക്കൊക്കെ എടുക്കാം. അടുത്ത ഫ്ലോറിലേക്ക് വരുമ്പോ ഇവിടെ നിന്ന് കൊണ്ടുപോകാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടല്ലേ, അതാ പറഞ്ഞേക്കണത്. എല്ലാ ഫ്ലോറിലും ഹൗസ് കീപ്പിംഗ് ജാനിറ്റേഴ്സ് ഓർ ക്ലോസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു റൂമാണ്, അത്രയും വിചാരിക്കാം. ഹൗസ് കീപ്പിംഗ് സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു റൂം വേണം എല്ലാ ഫ്ലോറിലും. Throughout the hospital, equipped with a floor sink and space and shelves for housekeeping equipments, cart, bucket and supplies. കണ്ടോ, പിന്നെ അതൊരു ഫ്ലോർ സിങ്ക്, എല്ലാ ഫ്ലോറിലും എന്നാ സിങ്ക് വേണം.
കഴുകാനും ഒക്കെ ആയിട്ടുള്ളത് അത്. ആൻഡ് സ്പേസ് ആൻഡ് ഷെൽഫ്സ് ഫോർ ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്. ഇതിന്റെ കണ്ടോ വീണ്ടും പറഞ്ഞിട്ടുണ്ട്, ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്സ് വെക്കാനുള്ള ഷെൽഫുകള്, ഓരോ സാധനങ്ങളൊക്കെ അടുക്കി വെക്കാനുള്ള ഷെൽഫ്, കാർട്ട് വണ്ടികൾ വെക്കാൻ, ബക്കറ്റ്, സപ്ലൈസ് ഇതൊക്കെ വെക്കാനുള്ള സ്പേസ് വേണം. ആസ് പാർട്ട് ഓഫ് ഡെയിലി റുട്ടീൻ, ആ ഡെയിലി റുട്ടീന്റെ ഭാഗമായിട്ട് the supplies for daily use on the floor and the department should be delivered on their closets directly. കണ്ടോ എങ്ങനെയാ ആ ഡെയിലി റുട്ടീന്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും നമ്മള് എല്ലാ ഫ്ലോറുകളും അല്ലെ, എല്ലാ നിലകളിലും എല്ലാ റൂമുകളും ഏരിയയും ക്ലീൻ ചെയ്യണം. അപ്പൊ അവർക്ക് ആ ദിനചര്യയുടെ ഭാഗമായിട്ട് ഈ നമുക്ക് എന്താണ് എല്ലാ ഫ്ലോറിലേക്കും ഡിപ്പാർട്ട്മെന്റിലേക്കും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഡെലിവറി ചെയ്യാൻ ആ ഫ്ലോറിൽ തന്നെ എന്ത് വേണം എന്നാ പറഞ്ഞേക്കളെ, ആ ഒരു റൂം വേണം. കണ്ടോ, ഡെലിവേർഡ് ടു ദ ക്ലോസറ്റ്സ് ഡയറക്ട്ലി, ആ റൂമില് ഡയറക്റ്റ് ആയിട്ട് എത്തിക്കണം. ഓക്കെ, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഒരു ഫ്ലോറ്, ഫസ്റ്റ് ഫ്ലോറിൽ ഹൗസ് കീപ്പിംഗ് സാധനങ്ങൾ വെക്കുന്ന ഒരു റൂം വേണം, അതായത് ക്ലോസറ്റ്സ് വേണം, ഹൗസ് കീപ്പിംഗ് ക്ലോസറ്റ്സ് വേണം, ആ ഒരു റൂം വേണം. സെക്കൻഡ് ഫ്ലോറിലും അതുപോലെ റൂം വേണം. അപ്പൊ നമുക്ക് എന്താ, ആ സെക്കൻഡ് ഫ്ലോറിൽ എല്ലാ ഏരിയയും ആ ഡിപ്പാർട്ട്മെന്റ് എല്ലാം ക്ലീൻ ആക്കാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ആ ഒരു സ്ഥലത്ത് സൂക്ഷിക്കാം. തേർഡ് ഫ്ലോറിലും വേണം, ഫോർത്ത് ഫ്ലോറിലും വേണം, ടോപ്പ് ഫ്ലോറിലും വേണം. മനസ്സിലായോ? എന്തിനു വേണ്ടിയാ, ആ ഡെയിലി റുട്ടീന്റെ ഭാഗമായിട്ട് ഡെയിലി യൂസ്, ദിവസേനയുള്ള ഉപയോഗത്തിന് വേണ്ടിയിട്ട് എല്ലാ ഫ്ലോറിലേക്കും ഡിപ്പാർട്ട്മെന്റിലേക്കുമുള്ള ദിവസേന ഉപയോഗത്തിനായിട്ട് ആ സാധനങ്ങള്, ഹൗസ് കീപ്പിംഗ് സപ്ലൈസ് അതാ ആ ഓരോ ഫ്ലോറിന്റെ അതാത് ക്ലോസറ്റ്സുകളില് ആ റൂമില് ഡെലിവറി ചെയ്യണം. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാ ഫെസിലിറ്റി ആൻഡ് സ്പേസ് എക്യുപ്മെന്റ്സിൽ വേണ്ടേ? എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന് ഒരു ഓഫീസ് വേണം, ക്ലറിക്കൽ വർക്കിനുള്ള ഒരു ഏരിയ വേണം, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന് ഒരു ഓഫീസ് വേണം, ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്സുകൾ വെക്കാനുള്ള ഒരു സ്റ്റോറേജ് റൂം വേണം, ഹൗസ് കീപ്പിംഗ് സപ്ലൈസ് വെക്കാനുള്ള സ്റ്റോറേജ് റൂം വേണം, ഹൗസ് കീപ്പിംഗ് ക്ലോസറ്റ്സ് ഓൺ ദ ഓൾ ഫ്ലോർ, എല്ലാ നിലകളിലും ഹൗസ് കീപ്പിംഗ് ക്ലോസറ്റ്സ് വേണം, ഹൗസ് കീപ്പിംഗ് റൂം വേണം. ഹൗസ് കീപ്പിംഗ് സാധനങ്ങൾ വെക്കുന്ന റൂമാണ് ക്ലോസറ്റ്സ് എന്ന് പറയുന്നത്. ഹൗസ് കീപ്പിംഗ് ക്ലോസറ്റ്സ് ഓർ ജാനിറ്റേഴ്സ് എന്ന് പറയുന്നത്. ജാനിറ്റേഴ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഫങ്ഷൻസ് ആണ്. എന്തൊക്കെയാണ് ഹൗസ് കീപ്പിംഗ് സർവീസ്, അതിന്റെ ഫങ്ഷൻസ്, പ്രവർത്തനങ്ങൾ എന്തൊക്കെയാ? The department is accountable for various tasks. പല ടാസ്കുകളാണ് ഈ ഡിപ്പാർട്ട്മെന്റിൽ എന്താ ചെയ്യുന്നത്. അക്കൗണ്ടബിൾ. The following are some of the function. ഈ പറയുന്നത് താഴെ പറയുന്ന കുറച്ച് പ്രവർത്തനങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഹൗസ് കീപ്പിംഗ് സർവീസ് നടത്തുന്ന പ്രവർത്തനങ്ങൾ, ഒന്നാമത്തെയാണ് ഡെയിലി ക്ലീനിങ്, ദിവസേനയുള്ള ക്ലീനിങ്, ഡെയിലി ക്ലീനിങ്. പിന്നെയാണ് പീരിയോഡിക് ക്ലീനിങ്. അടുത്തതാണ് ട്രാഷ് ആൻഡ് ഗാർബേജ് റിമൂവൽ. നാലാമത്തെ ഡിസ്ചാർജ് ക്ലീനിങ്. അടുത്തത് എക്സ്റ്റെർമിനേഷൻ ബഗ്സ് ആൻഡ് പെസ്റ്റ്. ആറാമത്തെയാണ് ഫങ്ഷൻസ് ആട്ടോ, preventing spread of infections and ensuring conditions for good patient care. അടുത്തതാണ് വാട്ടറിംഗ് ഇൻഡോർ പ്ലാന്റ്സ്. ഓരോന്നും നമുക്ക് നോക്കാം. ഒന്നാമത്തെയാണ് ഡെയിലി ക്ലീനിങ്, ദിവസേനയുള്ള ക്ലീനിങ്. അത് ഹൗസ് കീപ്പിംഗിന്റെ ഫങ്ഷൻസ് ആണ്, ഡെയിലി ക്ലീനിങ്. അതിനകത്ത് എന്തൊക്കെയാ ഡെയിലി ക്ലീനിങ്ങിൽ എന്താ വരുന്നത്? ദിസ് കൺസിസ്റ്റ് ഓഫ് സ്വീപ്പിംഗ് ആൻഡ് മോപ്പിംഗ് ദ ഫ്ലോർ. ഫ്ലോർ തറ അടിച്ച് വാരി തുടയ്ക്കുക. അടിക്കുകയും ചെയ്യും തുടയ്ക്കുകയും ചെയ്യും അല്ലെ. ആദ്യം നമ്മൾ അടിച്ച് പൊടിയും ഇതൊക്കെ കളഞ്ഞിട്ട് പിന്നെ മോപ്പിംഗ് തുടയ്ക്കുക ചെയ്യുന്നത്. പിന്നെ അവിടുത്തെ ഡസ്റ്റിംഗ്, ഡസ്റ്റിംഗ് ഫർണിച്ചേഴ്സ്. ഡസ്റ്റിംഗ് ഫർണിച്ചേഴ്സ്, ഫർണിച്ചറുകളിലെ പൊടിയൊക്കെ തട്ടുന്നു. മേശ, കസേര അങ്ങനെയുള്ള ഇതൊക്കെ ഇല്ലേ, അതിന്റെയൊക്കെ പൊടികളൊക്കെ തട്ടുന്നു. ക്ലീനിങ് ഫിക്സർ വാൾസ്. ഫിക്സർ എന്ന് പറഞ്ഞാൽ ഭിത്തിയില് ഉറപ്പിച്ചിരിക്കുന്ന വാള്, ഭിത്തിയിലുള്ള വാളില്ലേ, ഭിത്തിയിലുള്ള വാള്, അങ്ങനെ അല്ല വാളില് എന്താ പറയാ, ഫിക്സർ വാൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ
നിങ്ങളുടെ വീട്ടിലുണ്ടാവുമല്ലോ ടൈല്. ഈ എന്താ പറയാ, എന്താ ഒരു സ്ഥലത്ത് ഒട്ടിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന അങ്ങനെയുള്ള ഇതൊക്കെ തുടയ്ക്കും. പിന്നെ അടുത്ത സീലിംഗ്, മുകളില് സീലിംഗ് ഒക്കെ വൃത്തിയാക്കും, പൊടി തട്ടും. അടുത്ത വിൻഡോസ് ആൻഡ് ബാത്റൂംസ്, വിൻഡോസ്, ജനലുകള്, ബാത്റൂം, ഇതൊക്കെ അത് ക്ലീൻ ആക്കും. empty trash and defrosting refrigerator in nursing station. empty trash എന്ന് പറഞ്ഞാൽ എന്താ, ബിന്ന് അല്ലെ, ചവറ്റുകുട്ട, വേസ്റ്റ് ബാസ്കറ്റ്, അതൊക്കെ കാലിയാക്കും. അത് കണ്ടിട്ടില്ലേ, ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോ അവരെ അടിച്ചു വരുമ്പോ ഒപ്പം തന്നെ ആ വേസ്റ്റും കൂടി അവർ എടുത്തോണ്ട് പോകും അല്ലെ, empty ആക്കും. ആ വേസ്റ്റ് ബാസ്കറ്റ് കാലിയാക്കും. ആൻഡ് defrosting refrigerator in nursing station. നഴ്സിംഗ് സ്റ്റേഷനില് ഉള്ള റെഫ്രിജറേറ്റർ, ഫ്രിഡ്ജൊക്കെ ഇല്ലേ, അതിന്റെ ഐസൊക്കെ മാറ്റി തുടച്ച് വൃത്തിയാക്കുന്നു. ഈ ചില മരുന്നുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കേണ്ട മരുന്നുകൾ ഉണ്ടാവും. ഓരോ നഴ്സിംഗ് സ്റ്റേഷനിലും ഫ്രിഡ്ജ് ഉണ്ടാവും അല്ലെ, ഫ്രിഡ്ജിൽ വെക്കേണ്ടത്. അപ്പൊ അതൊക്കെ ക്ലീൻ ചെയ്യും. ഇതൊക്കെ ഏതാണ്, ഡെയിലി ക്ലീനിങ്ങിന് വന്നത്. അതൊന്ന് നോക്കി വെക്കുക, എന്തൊക്കെയാണ് ഡെയിലി ക്ലീനിങ്ങിന് വന്നത്. എന്തൊക്കെയാണ്, സ്വീപ്പിംഗ് ആൻഡ് മോപ്പിംഗ് ഫ്ലോർ, ഡസ്റ്റിംഗ് ഫർണിച്ചേഴ്സ്, ക്ലീനിങ് ഫിക്സർ വാൾസ്, സീലിംഗ്, വിൻഡോസ്, ബാത്റൂം, ഇതൊക്കെ ക്ലീൻ ആക്കുകയാണ് കേട്ടോ. ക്ലീനിങ് ഫിക്സർ വാൾസ്, സീലിംഗ്സ്, വിൻഡോസ്, ബാത്റൂംസ്, എംപ്റ്റി ട്രാഷ്, വേസ്റ്റ് ബാസ്കറ്റ് ഒക്കെ അത് കാലിയാക്കുന്നു. പിന്നെ നഴ്സിംഗ് സ്റ്റേഷനിലുള്ള റെഫ്രിജറേറ്റർ ക്ലീൻ ആക്കുന്നു, ഐസൊക്കെ മാറ്റി എന്ത് ചെയ്യുന്നു, തുടച്ച് വൃത്തിയാക്കുന്നു. ഇനി അടുത്തതാണ് പീരിയോഡിക് ക്ലീനിങ്. പീരിയോഡിക് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഇടയ്ക്ക് അല്ലെ, ദിവസം ചെയ്യുന്നതല്ല, ഇടയ്ക്ക് ഇപ്പൊ 3 ദിവസം കൂടുമ്പോൾ, ആഴ്ചയിൽ 2 പ്രാവശ്യം, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത് പീരിയോഡിക്, ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ്. ദിസ് ഇൻക്ലൂഡ് വാഷിംഗ് വിൻഡോസ്, വിൻഡോസ് കഴുകുന്നു. നമ്മളും അങ്ങനെയല്ലേ, ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്യും, വല്ലപ്പോഴും ഒക്കെ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ എല്ലാ ദിവസവും അടിക്കുകയോ തുടയ്ക്കുകയോ ഒക്കെ ചെയ്യും അല്ലെ, പക്ഷെ നമ്മൾ ജനലൊക്കെ കഴുകാറുണ്ടോ? ജനലൊക്കെ നമ്മൾ ആഴ്ചയിലും 2 ആഴ്ച കൂടുമ്പോൾ, മാസത്തിലൊക്കെ അല്ലേ ജനല് തുടയ്ക്കലും കഴുകലും ഒക്കെ ഉള്ളൂ. അതാണ് വാഷിംഗ് വിൻഡോസ്. വാക്സിംഗ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഡീപ്പ് ക്ലീനിങ് ആട്ടോ, വാക്സിംഗ് ഫ്ലോർ എന്ന് പറയുന്നത്. 2-3 ഡേയ്സ് ഒക്കെ കൂടുമ്പോൾ. ശരി, വാക്സിംഗ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഡീപ്പ് ക്ലീനിങ്, സാധാരണ തുടയ്ക്കലല്ല. നമ്മൾ എല്ലാ ദിവസവും തുടയ്ക്കുന്നത് ആഴ്ചയിൽ ഒരിക്കലൊക്കെ, നമ്മളൊന്ന് സൺഡേ അല്ലെ, സൺഡേ നമ്മളൊന്ന് കുറച്ചും കൂടി ഇതില്ലേ, സാധാ ദിവസം വെറുതെ അങ്ങനെ അടിച്ചിട്ട് പോകും. സൺഡേ വരുമ്പോ എന്ത് ചെയ്യാം, നമുക്ക് നിങ്ങൾ തിരക്കില്ല, ജോലിക്ക് പോണവരൊക്കെ ആണെങ്കിലും പ്രത്യേകിച്ച്, അപ്പൊ അവർക്ക് ഞായറാഴ്ച ഒഴിവായതുകൊണ്ട് അവരെല്ലാം മുക്കും മൂലയും ചേർത്ത് കട്ടിലിന്റെ അടി, പേശയുടെ അടി, ഇതൊക്കെ തുടച്ച് അല്ലെ, അടിച്ചു വാരി നല്ല ക്ലീൻ, ഫുൾ ക്ലീനിങ് ആക്കൂലേ. വാക്സിംഗ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ സാധാ വെറുതെ തുടയ്ക്കല്ല, എന്താ, ഡീപ്പ് ക്ലീനിങ് ആണ്. ഡീപ്പ് ക്ലീനിങ്. പിന്നെ അടുത്ത് നോക്കിയേ, ക്ലീനിങ് കാർപ്പറ്റ്സ്. ക്ലീനിങ് കാർപ്പറ്റ്സ് അങ്ങനെയാട്ടോ, ക്ലീനിങ് കാർപ്പറ്റ്, ചവിട്ടികളൊക്കെ വൃത്തിയാക്കുന്നു അല്ലെ. എല്ലാ ദിവസവും ചവിട്ടി എടുത്തൊന്നും നമ്മൾ കഴുകാറില്ല അല്ലെ, കാർപ്പറ്റ്സ് ക്ലീൻ ചെയ്യുന്നു. ഡസ്റ്റിംഗ് ഹൈ സീലിംഗ് ആൻഡ് ചേഞ്ചിങ് ഡ്രേപ്പറീസ്. ഹൈ സീലിംഗ്സ്, നമ്മുടെ സീലിംഗ്, ഉയർന്ന ആ സീലിംഗ്, അവിടെയൊക്കെ നമ്മൾ പൊടിയൊക്കെ തട്ടുന്നു, മാറാമ്പല പൊടി ഇതൊക്കെ തട്ടുന്നു. പിന്നെ അതുപോലെ ചേഞ്ചിങ് ഡ്രേപ്പറീസ് എന്ന് വെച്ചാൽ തുണിത്തരങ്ങളും ഇതൊക്കെ മാറ്റുന്നു. അതായത് കർട്ടൻസ് ഒക്കെ ഇല്ലേ, കർട്ടൻ, അതൊക്കെ മാറ്റുന്നു എന്നുള്ള ഒരു ഇതാണ് ചേഞ്ചിങ് ഡ്രേപ്പറീസ്. തുണിത്തരങ്ങള്, പിന്നെ അലമാരി, നമ്മളെ ടേബിൾ ക്ലോത്തോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ചേഞ്ച് ചെയ്യുന്നു. ഇതൊക്കെ പീരിയോഡിക് ക്ലീനിങ്ങിൽ വരുന്ന. നമ്മൾ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ബെഡ്ഷീറ്റ് എന്ന് അവിടെ പറയാൻ പറ്റില്ല. ചിലപ്പോ നമ്മളെ ബെഡ്ഷീറ്റ് ഒക്കെ ഡെയിലി അല്ലെ, ഡെയിലി ഒക്കെ മാറ്റണുണ്ട്, അല്ലെങ്കിൽ 1-2 അവിടെ മാറ്റും അല്ലെ, മിക്ക ദിവസങ്ങളിലും മാറ്റും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ബെഡ്ഷീറ്റ് എന്ന് പറയാൻ പറ്റൂല. അല്ല, ജനലിന്റെയൊക്കെ അതോ അല്ലെങ്കിൽ നമ്മളെ ടേബിൾ ക്ലോത്തോ അങ്ങനെയൊക്കെ. പേഷ്യന്റ് മാറും, പേഷ്യന്റ് മാറും, അത് ശരിയാണ്. പേഷ്യന്റ് മാറുമ്പോൾ എന്താണെങ്കിലും എല്ലാവരും ഒക്കെ മാറ്റും അല്ലെ. പേഷ്യന്റ് മാറുമ്പോൾ ബെഡ്ഷീറ്റ് മാറ്റുന്നുണ്ട്. ഓക്കെ, അതൊക്കെ പീരിയോഡിക് ക്ലീനിങ്ങിൽ വരുന്ന. അപ്പൊ നിങ്ങൾ അതൊന്ന് നോക്കിയോ കേട്ടോ, പീരിയോഡിക് ക്ലീനിങ്ങില്. This include washing windows,
waxing floor, cleaning carpets, dusting high ceiling and changing draperies. Then അടുത്തതാണ് trash and garbage removal. Trash എന്ന് പറഞ്ഞാൽ എന്താ? വേസ്റ്റ് ബാസ്ക്കറ്റ് ആട്ടോ, ചവറ്റുകൊട്ട. Trash and garbage, മാലിന്യം, garbage റിമൂവ് ചെയ്യുന്നു, വേസ്റ്റ് ബിൻ. ഓക്കെ, trash and garbage removal. വേസ്റ്റ് ബിന്ന്, ഗാർബേജ്, വേസ്റ്റ്, മാലിന്യങ്ങൾ ഇതൊക്കെ റിമൂവ് ചെയ്യുന്നു. This include collecting trash and garbage from the various points within the hospital. അല്ലെ, ഹോസ്പിറ്റലിലെ പല ഏരിയകളിലുള്ള വേസ്റ്റുകളൊക്കെ അവർ കളക്ട് ചെയ്യുന്നു. അത് വേസ്റ്റ് ആണെങ്കിലും പല ബിന്നുകൾ വെച്ചിട്ടില്ലേ വേസ്റ്റുകൾ ഇടാനായിട്ട്, ഫുഡിന്റെ വേസ്റ്റ്, പേപ്പറുകള്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല ബിന്നുകൾ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഓരോന്നും അവര് കളറുകളുണ്ട് അല്ലെ, ഓരോ കളറുകൾ ഫുഡ് വേസ്റ്റ് ഇടാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ പേപ്പേഴ്സ് ഇടാനായിട്ട്, പ്ലാസ്റ്റിക് ഇടാനായിട്ട്, അങ്ങനെ പല ബിന്നുകളുണ്ട്. അപ്പൊ അവിടെ നിന്ന് ഈ വേസ്റ്റുകൾ അങ്ങനെ കളക്ട് ചെയ്തിട്ട് ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ളത് അത് ആ രീതിയിൽ അത് ഡിസ്പോസ് ചെയ്യും. അല്ലാത്തതൊക്കെ എന്താണ് നമ്മള് വിത്തിൻ ദ ഹോസ്പിറ്റൽ ആൻഡ് മൂവിങ് ദം ടു ദ ഇൻസിനറേറ്റർ ഡംപ്സ്റ്റർ. എന്നുവെച്ചാ നമ്മൾ ഇതൊക്കെ ഇൻസിനറേറ്റർ കത്തിക്കാനായിട്ട്, അങ്ങനെ അതായത് അത് പ്രോപ്പർ ആയിട്ട് അവര് ഡിസ്പോസ് ചെയ്യണം. അതെല്ലാം കൂടി ഒരുമിച്ച് കളക്ട് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് കത്തിച്ച് കളയുന്നു അല്ലെ. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന ഇത് ഇൻസിനറേറ്ററിലേക്കും ഈ ഡംസ്റ്ററിലേക്കും ഒക്കെ മാറ്റി അത് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുന്നു, ചാരാക്കുന്നു, കത്തിച്ച് ഉണ്ടാക്കുന്നു. ഓക്കെ, എ വെരി ലാർജ് കണ്ടെയ്നർ ഫോർ റബിഷ്. അതായത് കത്തിക്കാനായിട്ടുള്ള വലിയൊരു കുംഭം, എന്താ പറയാ, കണ്ടെയ്നർ ഡംസ്റ്ററിലേക്കൊക്കെ മാറ്റി അത് പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യുന്നു. പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അതൊക്കെ വേറെ ആണല്ലോ കളക്ട് ചെയ്തേക്കുന്നത്, അപ്പൊ അതൊക്കെ വേറെ രീതിയിൽ അത് ഡിസ്പോസ് ചെയ്യുന്നു. നമ്മൾ പേപ്പർ ഐറ്റംസ് ഒക്കെ ഇതുപോലെ വലിയൊരു കണ്ടെയ്നറിലേക്ക് ഇട്ട് അതൊക്കെ കത്തിച്ച് കളയാലോ, അതൊക്കെ എത്തിക്കുന്നു. ഫുഡ് വേസ്റ്റുകളൊക്കെ അതേ രീതിയിൽ ഡിസ്പോസ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ വേസ്റ്റുകളൊക്കെ, ചവറ്റുകുട്ടികളൊക്കെ കാലിയാക്കുന്നു, മാലിന്യങ്ങൾ ഡിസ്പോസ് ചെയ്യുന്നു. അതൊക്കെ നമ്മള് ക്ലീനിങ്ങിൽ വരുന്നതാണ്. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഡിസ്ചാർജ് ക്ലീനിങ്. നാലാമത്തേതാണ് ഡിസ്ചാർജ് ക്ലീനിങ്. This include cleaning the patient room after the discharge, transfer of a patient and making it ready for the another patient. എന്താ ഡിസ്ചാർജ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഡീപ്പ് ക്ലീനിങ് തന്നെയാണ് അല്ലെ. അപ്പൊ അതായത് ആ പേഷ്യന്റിന്റെ റൂം, ഇപ്പൊ ഒരാൾ ഡിസ്ചാർജ് ആയി, ആ റൂം മൊത്തം വൃത്തിയാക്കുന്നു. ഡിസ്ചാർജിന് ശേഷം റൂം കുറച്ചും കൂടി ഡീപ്പായിട്ട് വൃത്തിയാക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, മേക്കിംഗ് റെഡി ഇറ്റ് ഫോർ അനദർ പേഷ്യന്റ്. എന്താ, വേറെ ആൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ അത് റെഡിയാക്കുന്നു. ആൻഡ് മേക്കിംഗ് ഇറ്റ് റെഡി ഫോർ അനദർ പേഷ്യന്റ്. വേറെ പേഷ്യന്റിന് ഉപയോഗിക്കാവുന്ന തരത്തിൽ അത് റെഡിയാക്കുന്നു. ഡീപ് ക്ലീനിങ് തന്നെയാണ് ഡിസ്ചാർജ് ക്ലീനിങ്. ഇനി അടുത്തത് അഞ്ചാമത്തെ എന്താണ്? എക്സ്റ്റെർമിനേഷൻ ഓഫ് ബഗ്സ് ആൻഡ് പെസ്റ്റ്. കീടങ്ങളെയും പ്രാണികളെയൊക്കെ ഉന്മൂലനം ചെയ്യുന്നു. കീടങ്ങളെയും ചെറിയ പ്രാണികളെയൊക്കെ നശിപ്പിക്കുന്നു. എക്സ്റ്റെർമിനേഷൻ, ഉന്മൂലനം ചെയ്യുക. എക്സ്റ്റെർമിനേഷൻ ഉന്മൂലനം ചെയ്യുക. ബഗ്സ് ആൻഡ് പെസ്റ്റ്, കീടങ്ങളെയും ചെറിയ പ്രാണികളെയൊക്കെ ഉന്മൂലനം ചെയ്യുന്നു. Then ആറാമത്തെ നോക്കിയേ, പ്രിവെന്റിങ് സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് ensuring condition for good patient care. ഇനി ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നു. പ്രിവെന്റിങ് തടയുന്നു. ഫങ്ഷൻസ് ആണ് കേട്ടോ, ഹൗസ്കീപ്പിംഗ് സർവീസിന്റെ ഫങ്ഷൻസ് ആണ്. എന്താണ്? ഹോസ്പിറ്റലില് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത്, ഹോസ്പിറ്റലില് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നു. ആൻഡ് എൻഷുറിങ് ചെയ്യാന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുക. എന്ത്? കണ്ടീഷൻസ് ഫോർ ഗുഡ് പേഷ്യന്റ് കെയർ, നല്ലൊരു രോഗി പരിചരണം, അവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു കണ്ടീഷൻ ഉറപ്പുവരുത്തുന്നു. എൻഷുർ ചെയ്യുന്നു, ഉറപ്പുവരുത്തുന്നു. അവർക്ക് ആപ്റ്റ് ആയിട്ടുള്ള നല്ലൊരു എന്താണ് അറ്റ്മോസ്ഫിയർ തന്നെ സൃഷ്ടിക്കുന്നു, ഉറപ്പുവരുത്തുന്നു. അടുത്തതാണ് ഏഴാമത്തെ ഹൗസ്കീപ്പിംഗ് സർവീസിന്റെ മറ്റൊരു ഫംഗ്ഷൻ ആയിട്ട് പറഞ്ഞേക്കുന്ന വാട്ടറിങ് ഇൻഡോർ പ്ലാന്റ്സ്. ഇൻഡോർ പ്ലാന്റ്സുകളൊക്കെ നനയ്ക്കുന്നു, ഉള്ളിലുള്ള ചെടികൾ കാര്യങ്ങളൊക്കെ നനയ്ക്കുന്നു, വാട്ടർ ചെയ്യുന്നു അല്ലെ, വെള്ളം ഒഴിക്കുന്നു. വാട്ടറിങ് ഇൻഡോർ പ്ലാന്റ്സ്, ഇതൊക്കെയാണ് ഫങ്ഷൻസ്. എന്തൊക്കെയാണ് ഹൗസ് കീപ്പിംഗിന്റെ ഫങ്ഷൻസിൽ വരുന്നത്? ഡെയിലി ക്ലീനിങ്,
അടുത്തത് പീരിയോഡിക് ക്ലീനിങ്, ട്രാഷ് ആൻഡ് ഗാർബേജ് റിമൂവൽ, ഡിസ്ചാർജ് ക്ലീനിങ്. അത് ചോദിക്കാറുണ്ട് കേട്ടോ. ഡാഷ് ക്ലീനിങ് ദ പേഷ്യന്റ് റൂം ആഫ്റ്റർ ദ ഡിസ്ചാർജ്. ഏത് ക്ലീനിങ് ആ? ഡിസ്ചാർജ് ക്ലീനിങ് കണ്ടറിയാലോ. പിന്നെ അടുത്ത എക്സ്റ്റർമിനേഷൻ ഓഫ് ബഗ്സ് ആൻഡ് പെസ്റ്റ്, കീടങ്ങളെയും ചെറിയ പ്രാണികളെയും ഒക്കെ നശിപ്പിക്കുന്നു. പിന്നെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നു. പിന്നെ ഒരു നല്ലൊരു രോഗി പരിചരണം, ആ നല്ലൊരു അന്തരീക്ഷം അത് ഉറപ്പുവരുത്തുന്നു. ഇൻഡോർ പ്ലാന്റ്സുകൾ നനയ്ക്കുന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ 7 പോയിന്റ്? പെട്ടെന്നൊന്ന് നോക്കി, ഹെഡിങ് പെട്ടെന്നൊന്ന് വായിച്ചു നോക്കി. ഓക്കെ ആണല്ലേ? ഇനി നെക്സ്റ്റ് ഒരു ചെറിയൊരു ടേബിൾ ആണ് കൊടുത്തേക്കണേ. ടേബിളിൽ നിന്നൊന്നും എക്സാമിന് ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാറില്ല കേട്ടോ. ഇതൊന്ന് വെറുതെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുകയാണ്. ഈ ഹോസ്പിറ്റലിലെ 2 തരത്തിലുള്ള ഹൗസ് കീപ്പിംഗ് ചെയ്യുന്നുണ്ട്, സർവീസ് ഉണ്ട്. ടൈപ്സ് ഓഫ് ഹൗസ് കീപ്പിംഗ്, 2 തരത്തിലുള്ള ഹൗസ് കീപ്പിംഗ് സർവീസ് ഹോസ്പിറ്റലിൽ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെയാണ് ഇൻ ഹൗസ് സർവീസസ് അല്ലെങ്കിൽ ഇൻ സോഴ്സിംഗ് സർവീസസ്. ഇൻ ഹൗസ് സർവീസസ് അല്ലെങ്കിൽ ഇൻ സോഴ്സിംഗ് സർവീസസ് എന്താണ്? അതായത് ഇപ്പൊ ഹോസ്പിറ്റലില് നിലവില് അവിടെ ഉള്ള എംപ്ലോയീസിനെ തന്നെ ഹൗസ് കീപ്പിംഗ് ജോലി ഏൽപ്പിക്കുന്ന രീതിയാണ് ഇൻ ഹൗസ് സർവീസസ് എന്ന് പറയുന്നത്. ഇൻസോഴ്സിംഗ് ഇസ് ദ പ്രാക്ടീസ് ഓഫ് അസൈനിങ് വർക്ക് ടു എക്സിസ്റ്റിംഗ് എംപ്ലോയി. നിലവിലുള്ള ജോലിക്കാരെ ജോലി ഏൽപ്പിക്കുന്ന രീതി. ഇൻ ഹൗസ്, ആ ഹൗസിലുള്ള ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള ജോലിക്കാരെ ജോലി ഏൽപ്പിക്കുന്ന രീതി, ഹൗസ് കീപ്പിംഗ് ജോലി ഏൽപ്പിക്കുന്ന രീതിയാണ് ഇൻ ഹൗസ് സർവീസസ്. ക്ലിയറായോ? ഇനി ഔട്ട്സോഴ്സിംഗ് സർവീസ് എന്ന് പറഞ്ഞ എന്താ? പുറമെ, അല്ലെ? പുറമെ നമ്മൾ കരാറൊക്കെ കൊടുക്കൂലേ? അങ്ങനെ ആ ഹൗസ് കീപ്പിംഗ് സർവീസ് ആ ജോലി ഏൽപ്പിക്കുന്ന ആ കോൺട്രാക്ട് അല്ലെങ്കിൽ കരാർ കൊടുക്കുന്നതാണ്. എന്താണ്? ഔട്ട്സോഴ്സിംഗ് ഇസ് ദ പ്രാക്ടീസ് ഓഫ് ഹയറിംഗ് ആൻ ഔട്ട്സൈഡ് കമ്പനി ഓർ കോൺട്രാക്ടർ ടു പെർഫോം ദ വർക്ക്. ആ ജോലി നിർവഹിക്കാൻ പുറമെ ഒരു കമ്പനിക്കോ അല്ലെങ്കിൽ കോൺട്രാക്ടറിനെയോ നിയമിക്കുന്നതാണ് ഔട്ട്സോഴ്സിംഗ് സർവീസസ്. ജോലി ചെയ്യുന്നതിനായിട്ട് ഒരു കമ്പനിയെയോ അല്ലെങ്കിൽ കരാറുകാരനെയോ നിയമിക്കുന്ന രീതിയാണ് ഔട്ട്സോഴ്സിംഗ് സർവീസസ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് പുറത്തുകൂടിയുള്ള നിങ്ങൾ പുറത്തുകൂടിയുള്ള നിങ്ങൾക്ക് പഠിക്കാണ്ട് ലോണ്ടറി ആൻഡ് ലിനൻ, ഈ അലക്കല് സംഭവങ്ങളൊക്കെ ഹോസ്പിറ്റലില്. അപ്പൊ അതിനകത്ത് നമ്മള് കുറച്ചൊക്കെ ആണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ ചെയ്യും. ഇനി അല്ലെങ്കിൽ കരാറ് കൊടുത്ത് പുറത്താണെങ്കിലും ഇതൊക്കെ ചെയ്യും. അതൊക്കെ ഇങ്ങനെ ഇത്ര റെന്റിന് കരാറായിട്ട് കോൺട്രാക്ടർ കൊടുക്കാണ് നമ്മള് ഇത്ര രൂപയ്ക്ക് എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഹൗസ് കീപ്പിംഗ് സർവീസ് ഒന്നുകിൽ ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള നിലവിലുള്ള എംപ്ലോയീസ് അവർ തന്നെ ചെയ്യുന്നതാണ് ഇൻ ഹൗസ് സർവീസസ്. ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ പുറമെ ഒരു കമ്പനിയിലെയോ കരാറുകാരനെയോ ഒക്കെ നിയമിക്കുന്ന രീതിയാണ്. ഇതിനകത്ത് ഇവിടെ നമുക്ക് 3 കോളായിട്ടാണ് തന്നെ. ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. 3 കോളം. അതിനകത്ത് ഒന്നാമത്തെ കോളത്തില് എലമെന്റ്സ് ആണ്. എന്തൊക്കെയാണ് ഓരോ ഘടകങ്ങൾ? നമ്പർ, കൺട്രോൾ, ഡിസിപ്ലിൻ, കണ്ടിന്യൂറ്റി ഓഫ് സ്റ്റാഫ്, ലീവ്, ജോബ് ഡിസ്ക്രിപ്ഷൻ, എൻഷുറിംഗ് ക്വാളിറ്റി, ഇങ്ങനെ ഒരു എലമെന്റ് ഘടകങ്ങളാണ് കൊടുത്തേക്കുന്നത്. ഇനി ഇൻഹൗസ് സർവീസിൽ എങ്ങനെയാണ്, ഔട്ട്സോഴ്സ് സർവീസിൽ എങ്ങനെയാണ് ഓരോന്നും ഇതാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഒരു കമ്പാരിസൺ പോലെയാണ് കൊടുത്തേക്കുന്നത്. ഇൻഹൗസ് സർവീസസും ഔട്ട്സോഴ്സ് സർവീസും തമ്മിലുള്ള ഒരു കമ്പാരിസൺ പോലെ. അത് ഓരോ ഇലമെന്റ്സും അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ കോളത്തിൽ കൊടുത്തേക്കുന്നത് ഏതാണ്? ഇലമെന്റ്സ് എന്നാണ്. അതിൽ ഒന്നാമത്തെ നമ്പർ ആണ്. ഇനി ഇൻഹൗസ് സർവീസിന്റെ നമ്പർ എങ്ങനെയാ? എംപ്ലോയിയുടെ നമ്പർ എണ്ണ എങ്ങനെയാണ്? ഫിക്സ്ഡ് ആസ് പെർ ഓർഗനൈസേഷൻ, അംഗീകാരം അനുസരിച്ച് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഓർഗനൈസേഷനെ ബേസ് ചെയ്തിട്ട് ഫിക്സ്ഡ് ആയിരിക്കും. ഇത്രയും എണ്ണം ആളുകൾ അവിടെ ഫിക്സ്ഡ് ആയിരിക്കും. ഔട്ട്സോഴ്സിംഗ് സർവീസിൽ എങ്ങനെയാണ്? ക്യാൻ വേരി ഡിപ്പെൻഡിങ് ഓൺ വർക്ക് ലോഡ്. വർക്ക് ലോഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേരി ചെയ്യാം. അതായത് കുറച്ച് വർക്ക് ഉള്ളെങ്കിൽ കുറച്ച് പേര് മതി,
കൂടുതൽ വർക്ക് ഉണ്ടെങ്കിൽ കൂടുതൽ ആള് വരും, അത് കൂടുതൽ ആളുകൾ വേണ്ടി വരാം. നമ്മളിപ്പോ കരാറൊക്കെ കൊടുക്കൂല്ലേ, അപ്പൊ അത് നമ്മുടെ വർക്കിനെ ബേസ് ചെയ്തിട്ടാണ് കണ്ടോ, ഡിപ്പെൻഡിങ് ഓൺ ദ വർക്ക് ലോഡ്. അപ്പൊ ഔട്ട്സോഴ്സിംഗിലാണെങ്കിൽ ആളുകളുടെ എണ്ണം വ്യത്യാസം വരാം. എന്തിനെ ബേസ് ചെയ്തിട്ട്? വർക്ക് ലോഡ് അനുസരിച്ച്. ക്ലിയർ ആണോ? വെറുതെ ആ ടേബിൾ ഒന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ, മനസ്സിലാക്കാൻ വേണ്ടി തന്നേക്കണം എന്നുള്ളൂ. ഇനി ഒന്ന് കമ്പയർ ചെയ്യുകയും ചെയ്യാം നമുക്ക്. ഇൻ ഹൗസിലാണെങ്കിൽ ഇപ്പൊ ഹോസ്പിറ്റലാണ് അഡ്മിനിസ്ട്രേഷൻ, അതനുസരിച്ച് നമുക്കത് ഫിക്സ്ഡ് ആയിരിക്കും. എന്നാൽ ഔട്ട്സോഴ്സിങ്ങിന് വ്യത്യാസമായിരിക്കും. ഇനി അടുത്ത കൺട്രോൾ. കൺട്രോൾ എങ്ങനെയാ? ഈ ഇൻഹൗസിന് ഡയറക്റ്റ് നേരിട്ടുള്ള കൺട്രോളാണ്, അഡ്മിനിസ്ട്രേഷനോ കൺട്രോൾ ചെയ്യുന്നത് അല്ലേ? അവിടെ നേരിട്ടുള്ള കൺട്രോൾ ആണ് അവിടെ കൊടുക്കുന്നത്. ഇവിടെയോ? ഇവിടെ ആരാ ഈ എംപ്ലോയിനെ കൺട്രോൾ ചെയ്യുന്നത്? ആരാ? ത്രൂ കോൺട്രാക്ടർ. കോൺട്രാക്ടർ കൊടുക്കാണ്, അപ്പൊ കോൺട്രാക്ടർ ആണ് എംപ്ലോയിനെ കൺട്രോൾ ചെയ്യുന്നത്. വ്യത്യാസം മനസ്സിലാക്കാം കേട്ടോ. കൺട്രോള് ഇൻഹൗസില് ഡയറക്റ്റ് കൺട്രോൾ, ഔട്ട്സോഴ്സില് ത്രൂ കോൺട്രാക്ടർ, കോൺട്രാക്ടർ വഴിയാണ്. ഇനി ഡിസിപ്ലിൻ. ഇനി ഡിസിപ്ലിൻ എങ്ങനെയാ? ലോങ് ഡ്രോൺ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്, നീണ്ട ഭരണ പ്രക്രിയയാണ് ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ് ആണ് ഡിസിപ്ലിൻ. ദെൻ അടുത്ത ഔട്ട്സോഴ്സിംഗിന് എങ്ങനെയാ? റെസ്പോൺസിബിലിറ്റി ഓഫ് കോൺട്രാക്ടർ, കോൺട്രാക്ടറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെ? ഇപ്പൊ കോൺട്രാക്ടർ നല്ല സ്ട്രിക്റ്റ് ആണ് അല്ലെ, അങ്ങനെയാണെങ്കിൽ നല്ല ഡിസിപ്ലിൻ ആയിരിക്കും. കോൺട്രാക്ടർ ഇച്ചിരി പഴയ ഒരു പാവാണ്, അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ സ്റ്റാഫുകൾ ഇത്തിരി വലിയും അല്ലെ. അപ്പൊ എങ്ങനെയാ? അത് കോൺട്രാക്ടറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ. റെസ്പോൺസിബിലിറ്റി ഓഫ് കോൺട്രാക്ടർ, കോൺട്രാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്ത കോൺട്രാക്ടറിന്റെ ഉത്തരവാദിത്തമാണ് ഡിസിപ്ലിൻ. ഇനി കണ്ടിന്യൂറ്റി ഓഫ് സ്റ്റാഫ്, സ്റ്റാഫിന്റെ തുടർച്ച, കണ്ടിന്യൂറ്റി എങ്ങനെയാ? അഷ്യൂർ ഹെൻസ് സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ് ക്യാൻ ബി മോർ സ്റ്റേബിൾ. ഇവിടെ ഉറപ്പ് നൽകുന്നുണ്ട് കണ്ടിന്യൂറ്റി, ആ സ്റ്റാഫ് തന്നെയായിരിക്കും അല്ലെ. എന്താണ് സ്റ്റാഫിന്റെ തുടർച്ച? എല്ലാ ദിവസവും ഇത്ര സ്റ്റാഫുകളെ ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള ഇത്ര പേര് ആ ഒരു ഇതിലേക്കാണ് ഇട്ടേക്കുന്നത്. കണ്ടോ? അഷ്യൂർ, ഉറപ്പ് നൽകുന്നുണ്ട്. ഹെൻസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ് ക്യാൻ ബി മോർ സ്റ്റേബിൾ. സേവന നിലവാരം കൂടുതൽ സുസ്ഥിരമായിട്ട് സ്റ്റേബിൾ ആയിരിക്കും. ആ സ്റ്റാൻഡേർഡ് ഒരേപോലെ ആളുകളെ ചെയ്യുന്നത്, ആ സർവീസിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേബിൾ ആയിരിക്കും, സ്ഥിരത ഉണ്ടായിരിക്കും, സ്ഥിരമായിരിക്കും. Then ഔട്ട്സോഴ്സിലോ സ്റ്റാഫ് വ്യത്യാസം വരാം. സ്റ്റാഫ് ക്യാൻ കീപ് ഓൺ ചേഞ്ചിങ്, hence the standard of service can vary. അല്ലെ? സ്റ്റാഫ് വ്യത്യാസം വരാം, അപ്പൊ അതിനനുസരിച്ച് ആ സ്റ്റാൻഡേർഡിന് വ്യത്യാസം വരാം. ഇപ്പൊ വീട്ടില് നമ്മുടെ വീട്ടിൽ ഒരു ജോലി ചെയ്യുമ്പോൾ എല്ലാം ആ ഒരു കറക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മളത് കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. എന്നാൽ പുറമേന്ന് ഉള്ള ഒരാൾ വരെയാണ്, ഇപ്പൊ സ്റ്റാഫ് മാറുന്നതിനനുസരിച്ച് മാറാം. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു ദിവസം പണിക്കാരൻ വന്ന് നല്ലോണം പണിയുന്ന ഒരാളാ, അടുത്ത ദിവസം നമ്മൾ പണിക്ക് അന്വേഷിച്ചപ്പോ അയാളെ കിട്ടിയില്ല, വേറൊരാളാ വന്നത്, ആള് മാറി. അപ്പൊ ചിലപ്പോ ചിലപ്പോ ഒരു മടിയനായിരിക്കും, അല്ലെങ്കിൽ അതൊക്കെ ചെയ്യുന്ന ആളായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് ആ ചെയ്യുന്ന സേവനം അല്ലെങ്കിൽ ആ ഇത് ചെയ്യുന്ന കാര്യത്തിന്റെ സ്റ്റാൻഡേർഡിൽ വ്യത്യാസം വരുമെന്നാണ് പറഞ്ഞേക്കണേ. സ്റ്റാഫ് ക്യാൻ കീപ് ഓൺ ചേഞ്ചിങ്, സ്റ്റാഫ് വ്യത്യാസമായിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ ഒരു പ്രാവശ്യം കോൺട്രാക്ടർ കൊടുക്കുന്ന ആളായിരിക്കില്ല ചിലപ്പോ അടുത്ത പ്രാവശ്യം കോൺട്രാക്ടർ കൊടുക്കുന്നത്. അപ്പൊ അതിനകത്ത് സ്റ്റാഫുകൾ വ്യത്യാസം വന്നിരിക്കും. അതിനനുസരിച്ച് സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ് ക്യാൻ വേരി, ആ സർവീസിന്റെ സ്റ്റാൻഡേർഡ് വ്യത്യാസപ്പെട്ടിരിക്കും. മനസ്സിലായോ? നിങ്ങൾ ഉള്ളിലും പുറത്തെ കാര്യങ്ങളായിട്ട് ചിന്തിക്കുക. ഇനി അടുത്ത നോക്കിയേ, ലീവ് എങ്ങനെയാ? ലീവ് ഓർ അവൈലബിലിറ്റി ഓഫ് സ്റ്റാഫ്, സ്റ്റാഫിന്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ ലീവ്. നോ ലീവ് റിലീഫ് ഇല്ല അല്ലേ? അതൊരു കറക്റ്റ് ആയിട്ടുള്ള കാര്യം, ഒരു അഡ്മിനിസ്ട്രേഷൻ ആണ്. അത് ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ളതാണ്. ഇത്രയും ദിവസം അതിൽ ഇങ്ങനെ കറക്റ്റ് ഉണ്ട് അവർക്ക്. നോ ലീവ് റിലീഫ്. ഇവിടെ നോക്കിയേ, കോൺട്രാക്ടർ പ്രൊവൈഡ് റിലീഫ് കൊടുക്കുന്ന ആരാ? കോൺട്രാക്ടർ ആണ്. സോ സ്പെസിഫൈഡ് ഇൻ ദ TORs, terms of preferences, കരാറുകാരനാണ് അവധിക്ക് ഇളവ് നൽകുന്നത്. അവിടെ കോൺട്രാക്ടർ ആണ് ലീവ് റിലീഫ് കൊടുക്കുന്നത്. ഓക്കെ. ഇനി ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോലിയുടെ തരം ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാ? ആ സ്ലൈഡ് ഡൗൺ ബൈ അതോറിറ്റീസ്, അധികാരികൾ നിശ്ചയിക്കുന്ന പോലെയാണ് ജോബിന്റെ ഡിസ്ക്രിപ്ഷൻ. എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ? എങ്ങനെയാ? ജോലി എങ്ങനെയാ?
അതോറിറ്റി അനുസരിച്ച്. Then ഇവിടെ എങ്ങനെയാ? ആസ് പെർ ദ ടേംസ് ഓഫ് റെഫറൻസസ് ഓഫ് ദ കോൺട്രാക്ട്. ഒരു കരാറുകാരന്റെ നിബന്ധനകൾക്ക് അനുസരിച്ച് കോൺട്രാക്റ്റിന് എന്താണോ പറഞ്ഞേക്കുന്നത് അല്ലെ, ടേംസ് ഓഫ് ദ റെഫറൻസ് ഓഫ് ദ കോൺട്രാക്ട്, കോൺട്രാക്ടറിന്റെ കോൺട്രാക്ട്, ആ കോൺട്രാക്ട് അല്ലെ ആ കരാറിൽ എന്താണോ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതിനനുസരിച്ചായിരിക്കും ആസ് പെർ കോൺട്രാക്ട്. ഒരു കരാറിന്റെ നിബന്ധനകൾക്ക് അനുസരിച്ചായിരിക്കും, ടേംസ് ആൻഡ് കണ്ടീഷൻസിനനുസരിച്ചായിരിക്കും ജോബ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പറഞ്ഞേക്കണത്. അത്രേ ഉള്ളൂ അവിടെ, അത്രയും തീർന്നു. ഓക്കെ, അടുത്ത് നോക്കിയേ എൻഷുറിങ് ക്വാളിറ്റി. ഇനി ക്വാളിറ്റി എങ്ങനെയാണ്? എൻഷുറിങ് ക്വാളിറ്റി എങ്ങനെയാണ് നോക്കിയേ? അറ്റ് ടൈംസ് ഡിഫറെന്റ് ടു മെയിൻറ്റെയിൻ. ചിലപ്പോൾ പരിപാലിക്കാൻ ബുദ്ധിമുട്ടാണ്. ഉള്ളിലുള്ള ആളുകൾ തന്നെയല്ലേ, അപ്പോ ചിലപ്പോ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അവരെങ്ങനെ ചെയ്താലും അവർക്ക് മന്ത്ലി അവിടെ സാലറി വീണ്ടും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഹോസ്പിറ്റലിലെ സ്ഥിരം സ്റ്റാഫുകളാണ്. ചില സമയത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ നോക്കി എങ്ങനെയാ? ഡെലിവറബിൾ ഷുഡ് ബി ക്ലിയർലി സ്പെൽഡ് ഔട്ട് വിത്ത് ഇൻബിൽറ്റ് പെനാലിറ്റീസ് ഫോർ പുവർ പെർഫോമൻസ്. ഇവിടെ എങ്ങനെയാ? അത് വ്യക്തമായിട്ട് ആ കരാറില് ഡെലിവറബിൾ ഷുഡ് ബി ക്ലിയർലി സ്പെൽഡ്, വ്യക്തമായിട്ട് പറയണം. അതായത് ഇപ്പൊ നമ്മൾ ഒരു കോൺട്രാക്ട് പുറത്ത് കൊടുത്തു, അത് ആ ഒരു ജോലി നമ്മൾ ഏൽപ്പിക്കാൻ കോൺട്രാക്ട് കൊടുത്തു, അവരുടെ പെർഫോമൻസ് മോശമാണ്, അവര് പറഞ്ഞ് നമ്മൾ ഇത്ര രൂപ പറയുമല്ലോ, ഇത്ര രൂപ ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയിൽ ചെയ്യണേന് ഇത്ര രൂപ. ഇനി അവര് ചെയ്യണ ക്വാളിറ്റി കുറവാണെങ്കിൽ, നമ്മൾ ഉദ്ദേശിച്ച പോലെ ആയില്ല, ക്വാളിറ്റി കുറവാണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് പെനാലിറ്റീസ്, അതിനുള്ള പിഴ ഈടാക്കാം. കണ്ടോ? പിഴ ഈടാക്കാം. പൂർ പെർഫോമൻസിന് പിഴ ഈടാക്കാം. അതാണ് ആ ഡിഫറൻസ് കേട്ടോ. Deliverable should be clearly spelled out with the inbuilt penalties for poor performance. Poor performance ന് പെനാലിറ്റീസ് പിഴ ഈടാക്കാൻ പറ്റും. ഇവിടെയോ ക്വാളിറ്റി എങ്ങനെയാ? ഇൻ ഹൗസിൽ എങ്ങനെയാ? ചില സമയത്ത് ബുദ്ധിമുട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ. ഓക്കെ, ചെയ്യുമ്പോൾ എക്സാമിന് നിങ്ങൾക്ക് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അത് നിങ്ങളുടെ ടേബിൾ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇങ്ങനെയാണുള്ളത് നോക്കി ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചേക്കാം. ഇവരേക്കും അങ്ങനെ കണ്ടിട്ടില്ല ക്വസ്റ്റ്യൻസ് ഒന്നും, ഒന്ന് വായിച്ചു വെച്ചേക്കാം. ഉള്ളത് കൊണ്ട് നമുക്ക് തീരെ ഒഴിവാക്കാനും പറ്റില്ല. വെറുതെ ഒന്ന് വായിച്ചു നോക്കിയേക്കാം. എന്താണ് കാര്യം എന്നുള്ളത് മനസ്സിലാക്കുക, അതനുസരിച്ച് ചെയ്യാം. ഇനി നോക്കിയേ, ഔട്ട്കം ഓഫ് ഗുഡ് ഹൗസ് കീപ്പിംഗ്. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ ഔട്ട്കം, ഫലം എന്താ? നല്ലൊരു സർവീസ് ആണ്, നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ് ആണ് ഹോസ്പിറ്റലിൽ, അതിന്റെ ഫലം എന്തൊക്കെയാ? എന്താണ് റിസൾട്ട്? ഒന്നാമത്തെ നോക്കിയേ, അവോയ്ഡ് ആൻഡ് കൺട്രോൾ ഇൻഫെക്ഷൻ. അല്ലെ, ഔട്ട്പുട്ട് എങ്ങനെയാ? നമുക്ക് ഇൻഫെക്ഷനെ ഒഴിവാക്കാനും കൺട്രോൾ ചെയ്യാൻ പറ്റും. നല്ല വൃത്തിയാണ് അല്ലെ, ഹൗസ് കീപ്പിംഗ് സർവീസ് നല്ല ക്ലീൻ ആയിട്ട് നല്ല സർവീസ് ആണ്, നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻഫെക്ഷനെ അവോയ്ഡ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും പറ്റും അല്ലെ, ഒഴിവാക്കാനും നിയന്ത്രിക്കാനും പറ്റും. അടുത്ത നോക്കിയ കട്ടെയിൻ ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ. അതായത് ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്നത് കുറയ്ക്കാൻ പറ്റും. എങ്ങനെയാ? അതെന്താ ഉദ്ദേശിക്കുന്നത്? ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്നത് കുറയ്ക്കാൻ പറ്റും എന്ന് വെച്ചാൽ നല്ല ക്ലീൻ ആണ് ഹോസ്പിറ്റല്, നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് ഇൻഫെക്ഷൻ നമുക്ക് അഡ്മിറ്റ് ചെയ്യണേ അല്ലെ? ശരിയാ. അതായത് നമുക്ക് നല്ല ഹോസ്പിറ്റൽ നല്ല ക്ലീൻ ആണ്, വേറെ ഒരു കുഴപ്പമില്ല, അപ്പൊ നമുക്ക് വേഗം അസുഖം മാറി വേഗം വീട്ടിൽ പോരാലോ. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമുക്ക് ഇൻഫെക്ഷസ് ഡിസീസ് കാര്യങ്ങള് എന്തെങ്കിലും രോഗങ്ങളൊക്കെ പെട്ടെന്ന് മാറി നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോരാം. അതാണ് ഹോസ്പിറ്റലിലെ സ്റ്റേ ചെയ്യുന്നത്, അത് കുറയ്ക്കുന്നു. കട്ടെയിൽ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് എന്നുള്ള മീനിങ്, കുറയ്ക്കുക. ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ, അതായത് നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ് ആണെങ്കിൽ പേഷ്യന്റിന് വേഗം രോഗം മാറി പോരാ. അടുത്ത നോക്കിയേ, റിഡക്ഷൻ ഇൻ കോസ്റ്റ് ഓഫ് മെഡിക്കൽ കെയർ. ഈ മെഡിക്കൽ കെയർ ഈ ചികിത്സ ചെലവ്, അതിന് വരുന്ന കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. മെഡിക്കൽ ചെലവ് കുറയ്ക്കാൻ പറ്റും. എന്താണ്? നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ് ആണ്, ഈ ഹോസ്പിറ്റലിൽ കുറെ ആളുകൾ വരുമല്ലോ, നല്ല ഹോസ്പിറ്റലാണ് എന്നൊക്കെ പേരും പെരുമയൊക്കെ വരുമ്പോൾ, അപ്പൊ ഹോസ്പിറ്റലിൽ കൂടുതൽ ആളുകൾ വരുമ്പോ എന്താ? ഹോസ്പിറ്റലിന്റെ ഇൻകം കൂടൂലേ, ഹോസ്പിറ്റലിന്റെ വരുമാനം കൂടും.
ഹോസ്പിറ്റലിന്റെ ഇൻകം കൂടുമ്പോ എന്ത് ചെയ്യും? അവര് എന്ത് ചെയ്യുന്നു? അതനുസരിച്ച് റീസണബിൾ ആയിട്ടുള്ള ഒരു ഫീസേ മേടിക്കുള്ളൂ നമ്മുടെ കയ്യിൽ, അല്ലെ? അവരത് കണക്ട് ചെയ്ത് നോക്കണം. എങ്ങനെയാണ് കോസ്റ്റ് കുറയണേന്ന് വെച്ചാൽ എന്താ? അപ്പെന്ന് വെച്ചാൽ കുറയും, ഹോസ്പിറ്റലിൽ നല്ല വരുമാനം ഉണ്ട്, ഇൻകം കൂടുമ്പോ ഫീസ് അവിടെ കുറയ്ക്കും അവര്. ഇനി ഹോസ്പിറ്റലിൽ വലിയ ഹോസ്പിറ്റൽ ഉണ്ടാക്കി കുറച്ച് പേരെ ഉള്ളൂങ്കിൽ നമ്മൾ പറയൂലേ, ആ ചെല്ലണോരേന്ന് കുറയും കാശ് മേടിക്കും, അല്ലെ? ഹോസ്പിറ്റലിൽ എല്ലാവർക്കും കാര്യങ്ങൾ നടക്കണ്ടേ, സ്റ്റാഫിന് സാലറി കൊടുക്കണ്ടേ, എല്ലാരും ചെയ്യാനായിട്ട് വന്ന ആളുകളെ നമ്മൾ പറയില്ലേ കത്തിയാന്ന് പറയില്ലേ, അല്ലെ? ഭയങ്കര കത്തിയാന്ന്. എന്താ? ആ ഹോസ്പിറ്റലിൽ വേറെ രീതിയിൽ വരുമാനം. അപ്പൊ വന്ന പേഷ്യന്റ് ആയിരുന്നു ഫീസ് ഇച്ചിരി കൂടുതൽ മേടിച്ചാലും പോലെ നമ്മൾ പറയാമല്ലോ എന്തൊരു ഫീസാണ് അവിടെ, അല്ലെങ്കിൽ എന്ത് ചാർജാന്നൊക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതാണ് നമുക്ക് എന്താണ് നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ഹോസ്പിറ്റൽ നല്ല ക്ലീൻ നീറ്റ് ആണ്, അപ്പൊ കൂടുതൽ ആളുകൾ വരും, അപ്പൊ ഹോസ്പിറ്റലിന്റെ ഇൻകം കൂടും. ഹോസ്പിറ്റലിന്റെ ഇൻകം കൂടുമ്പോൾ ഫീസ് കുറച്ച് മതി, അതായത് കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, കോസ്റ്റ് കുറയ്ക്കാം. ഇനി അടുത്ത നോക്കിയാൽ കട്ടൽ പേഷ്യന്റ് സഫറിങ്, പേഷ്യന്റിന്റെ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ പറ്റും, ശരിയല്ലേ? രോഗിയുടെ കഷ്ടപ്പാട് കുറയ്ക്കാൻ പറ്റും. ഞാനൊരു അസുഖമായിട്ട് ചെന്നതായിരുന്നു, എനിക്കൊരു ചെറിയൊരു പനിയായിട്ട് ഞാൻ ചെന്നതാ. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേയും ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്പിറ്റലാക്കിയ ഒരു ഇൻഫെക്ഷൻ കിട്ടി. ഹോസ്പിറ്റലിൽ ക്ലീൻ അല്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് ഇൻഫെക്ഷൻ വന്നു. ബുദ്ധിമുട്ടാവൂലേ നമുക്ക്? ആദ്യം തന്നെ നമ്മൾ പറയില്ലേ, പണം മേടിച്ച് വന്നതൊക്കെ ചേർന്നപ്പോ വന്നകുളത്തിൽ പറയാന്ന് പറഞ്ഞിട്ട് ചെറിയൊരു പനിയായിട്ട് പോയതായിരുന്നു. പക്ഷെ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് വേറൊരു ഇൻഫെക്ഷനും കൂടി കിട്ടി. അമ്മ അങ്ങനെ വരുമ്പോ പേഷ്യന്റിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എന്താ? നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ് ഉണ്ടെങ്കിൽ എന്താണ്? പേഷ്യന്റിന്റെ കഷ്ടപ്പാടുകൾ കുറയ്ക്കാൻ പറ്റും. അടുത്ത നോക്കിയേ, ഇന്ത്യൻ സിറ്റീസ് പബ്ലിക് റിലേഷൻ. പബ്ലിക് റിലേഷൻ തീവ്രമാകുന്നു, അല്ലെ? പബ്ലിക്കുമായിട്ടൊക്കെ നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇൻക്രീസസ് എൻഹാൻസസ്, എൻഹാൻസസ് അവിടെ പോപ്പുലാരിറ്റി എഴുതിക്കും. ഇൻക്രീസസ് പോപ്പുലാരിറ്റി, ജനപ്രീതി വർദ്ധിക്കുന്നു. കറക്റ്റ് ആണ് അല്ലെ? ഇൻക്രീസസ് പോപ്പുലാരിറ്റി എന്താ? ജനപ്രീതി വർദ്ധിക്കുന്നു. നമ്മൾ പറയൂലേ, അതെ ആ ഹോസ്പിറ്റലിൽ പോകട്ടോ, നല്ല ക്ലീൻ ആണ്, നല്ല ഹോസ്പിറ്റൽ ആണെന്നുള്ളൊരു ഇത് 10 പേര് പറഞ്ഞു കഴിയുമ്പോൾ ഹോസ്പിറ്റലിന്റെ പോപ്പുലാരിറ്റി വർദ്ധിക്കുന്നു. അങ്ങനെ വരുമ്പോ എന്ത് പറ്റും? മോർ വിസിറ്റ് ഓഫ് പേഷ്യന്റ്. നല്ല ഹോസ്പിറ്റലാന്ന് കേൾക്കുമ്പോൾ കൂടുതൽ ആളുകള് എന്ത് പറ്റുന്നു? ഹോസ്പിറ്റലിലേക്ക് വിസിറ്റ് ചെയ്യാൻ തുടങ്ങും. ഞാൻ പറയും, ഉബിയോട് പറയും, പാർവതിയോട് പറയും, പാർവതി രഞ്ജിത്തിനോട് പറയും, അല്ലെ? പലരോടും പറയും, നമ്മുടെ ക്ലാസ്സിൽ എല്ലാവരോടും നമ്മൾ പറയും. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ? കൂടുതൽ ആളുകള് എന്ത് ചെയ്യുന്നു? ആ ഹോസ്പിറ്റലിലേക്ക് വിസിറ്റ് ചെയ്യാൻ തുടങ്ങും. ദെൻ ഗ്രേറ്റർ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റിന്റെ മികച്ച സംതൃപ്തി ഉണ്ടാകുന്നു, അല്ലെ? നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ് ആണ്, നല്ല ക്ലീൻ ആണ്, നീറ്റ് ആണ്, നമ്മൾ ഓൾറെഡി സാറ്റിസ്ഫൈഡ് ആയി, അല്ലെ? ട്രീറ്റ്മെന്റിന് ഉപരിയായിട്ട് നമ്മൾ അല്ലെ നല്ല വൃത്തി, നമ്മളൊക്കെ ഇച്ചിരി വൃത്തി വരെയൊക്കെ ഉള്ള കൂട്ടത്തിലാണ്, അല്ലെ? അപ്പൊ നമുക്ക് ഹോസ്പിറ്റൽ നല്ല ക്ലീൻ ആണെങ്കിൽ നമുക്ക് എന്താണ്? പേഷ്യന്റിന്റെ സംതൃപ്തി വർദ്ധിപ്പിക്കാൻ പറ്റും, മികച്ച സംതൃപ്തി കിട്ടും. ഇതൊക്കെയാണ് ഹോസ്പിറ്റലില് ഒരു നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ് കൊണ്ടുള്ള റിസൾട്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത്. ഇത് അവിടെ ടിക്കറ്റ് വെച്ചോളണം കേട്ടോ, ടിക്കറ്റ് വെക്കണം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ അല്ലേ? നോക്കിയ പോയിന്റ്സ്. ഇൻഫെക്ഷനെ ഒഴിവാക്കാനും കൺട്രോൾ ചെയ്യാൻ പറ്റും, ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്നത് കുറയ്ക്കാൻ പറ്റും, മെഡിക്കൽ ചിലവുകൾക്ക് വരുന്ന കോസ്റ്റ്, മെഡിക്കൽ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും, പേഷ്യന്റിന്റെ കഷ്ടപ്പാടുകൾ കുറയ്ക്കാൻ പറ്റും, പബ്ലിക് റിലേഷൻ തീവ്രമാകുന്നു, പോപ്പുലാരിറ്റി വർദ്ധിക്കുന്നു, കൂടുതൽ പേഷ്യൻസ് ഹോസ്പിറ്റലിലേക്ക് സന്ദർശിക്കാൻ തുടങ്ങുന്നു, മികച്ച സംതൃപ്തി ഉണ്ടാകുന്നു. ക്ലിയർ ആണോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തയുണ്ടോ? ഔട്ട്കം ഓക്കെ അല്ലേ? ഓക്കെ ആണ് അല്ലെ? ഇന്ന് പഠിപ്പിച്ചത് ഇന്നൊന്ന് വായിച്ചു വെക്കാം. ഔട്ട്കം അത് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്തിടുക. ആ ടേബിള് നിങ്ങളൊന്ന് വായിച്ചു വെച്ചാൽ മതി. പിന്നെ നമ്മൾ ഇതിനകത്ത് ആ ഫങ്ഷൻസ് പറഞ്ഞത് അത് നോക്കണം കേട്ടോ.
ഡെയിലി ക്ലീനിങ്ങിൽ വരുന്ന ഏത്, പീരിയോഡിക് ക്ലീനിങ്ങിൽ വരുന്ന ഏത്, ഡിസ്ചാർജ് ക്ലീനിങ്ങിൽ വരുന്ന ഏത്, അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ ഫംഗ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് എന്ന് ചോദിക്കാം. പിന്നെ അടുത്ത ഫെസിലിറ്റികളാണ്, ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് എന്തൊക്കെയാ വേണ്ടത്. പിന്നെ അവിടെ ഓർഗാനോഗ്രാം പറഞ്ഞു, 3 ലെവലായിട്ട് പറഞ്ഞു. ഏറ്റവും ടോപ്പില് ലീഡ് ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ, ഏറ്റവും താഴെ നിൽക്കുന്നവര് ഹൗസ് കീപ്പിംഗ് എംപ്ലോയി. പിന്നെ നമ്മൾ പറഞ്ഞത് ലൊക്കേഷൻ ആണ്. ലൊക്കേഷൻ എവിടെയായിരിക്കണം, നോൺ പ്രൈം ഏരിയയിലായിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ അടുത്തതാണ് ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, ഇത്രയാണ് ഇന്ന് നോക്കിയിട്ടുള്ളൂ. ഓക്കെ ആണല്ലോ അല്ലെ? എന്നാ ബാക്കിയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ഇത്രയൊന്ന് വായിച്ചു വെച്ചേക്കാം കേട്ടോ. ഈ ക്ലാസ്സിൽ നിങ്ങൾ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യണ പോലെ തന്നെ ഇത് വായിക്കാനും ഒരു വായിക്കുന്നില്ലേ? പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അതായത് നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ അവിടെ കഴിഞ്ഞു, അത് മാറ്റി വെച്ചു. തേർഡ് മൊഡ്യൂളിലേക്ക് കയറിയപ്പോഴത്തേക്കും തുടങ്ങി ഞാൻ പറയുന്നതാണ്. വലിയ വലിയ ചാപ്റ്ററുകളാണ്. ഇതിപ്പോ ചെറിയ ചാപ്റ്റർ നോക്കി ഞാൻ എടുത്തതാണ്. അപ്പൊ അതായത് വലിയ വലിയ ചാപ്റ്ററുകളാകുമ്പോ നമ്മൾ ഒരുമിച്ച് വായിക്കാനായിട്ട് വെച്ചേക്കരുത്. അന്നൊന്നും എടുക്കുന്നത് ഒരു പ്രാവശ്യം എന്തായാലും വായിച്ചു വെക്കണം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എക്സാമിന് തേർഡ് മൊഡ്യൂൾ കഴിയുമ്പോൾ ഇതുപോലെ ഒരു എക്സാം തന്നെ ഉണ്ട്, 100 മാർക്കിന്റെ തന്നെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററും കൂടി ആകുമ്പോൾ ബുദ്ധിമുട്ടാകും. വീണ്ടും ഞാൻ ഒന്നോടെ ഓർമ്മപ്പെടുത്താണ്, അന്നൊന്ന് ഒരു പ്രാവശ്യം വായിച്ചു വെച്ചേക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.